ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 4ാം ക്ലാസ്സിലെ മാത്സിലെ 8ാമത്തെ പാഠഭാഗമായ മെഷറിംഗ് ലെങ്ത്സ് എന്ന് പറയുന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നീളമാണ് നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലേ, നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയമാണ് നമ്മൾ നോക്കുന്നത്. മലയാളം മീഡിയം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണാം. ജസ്റ്റ് നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ക്ലാസ് 4 മാത്സ് എന്ന് പറയുന്ന ഒരു ലിങ്ക് കിട്ടും. അത് പ്ലേലിസ്റ്റ് ലിങ്കാണ്. അതിൽ കയറി കഴിഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ പാഠഭാഗത്തിൻ്റെയും ഇംഗ്ലീഷ് മീഡിയവും മലയാളം മീഡിയവും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കടക്കാം. മെഷറിംഗ് ലെങ്ത് ആണല്ലേ. GLPS കുഞ്ഞിത്തോടിലെ എക്സലൻസ് ഫെസ്റ്റ് ആണ് നടക്കുന്നത്. അവിടെ കുട്ടികൾ പേപ്പറും അതുപോലെ തന്നെ ഒക്കെ എടുത്തിട്ട് സ്കെയിലൊക്കെ വെച്ചുകൊണ്ട് അളക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ പ്ലേയിങ് വിത്ത് മാത്ത് എന്നുള്ളതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വരുന്നത്. ഇൻ ദ എക്സലൻസ് ഫെസ്റ്റ് ചിൽഡ്രൻ മെഷർ ദ ലെങ്സ് ഓഫ് സം ഒബ്ജക്റ്റ്. അപ്പോൾ എക്സലൻസ് മെത്തേഡിൽ എന്താണ്, ഫെസ്റ്റിൽ കുട്ടികൾ ചില സാധനങ്ങൾ എടുത്തിട്ട് അതിൻ്റെ മെഷർമെൻ്റൊക്കെ നോക്കുകയാണ് ചെയ്യുന്നത്. ആ ടേബിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങളും സാധനങ്ങൾ എടുക്കുക. എന്തൊക്കെ എടുക്കണം, പെന്ന്, പെൻസിൽ, നോട്ട്ബുക്ക്, A4 പേപ്പർ. എന്നിട്ട് അതിൻ്റെ നിങ്ങൾ ഗസ് ചെയ്തിട്ടുള്ള ലെങ്ത്തും മെഷർ ചെയ്തിട്ടുള്ള ലെങ്ത്തും നിങ്ങളവിടെ എഴുതി കൊടുക്കുക. Then can you measure the length of all objects exactly? എല്ലാ സാധനങ്ങളുടെയും മെഷർമെൻറ്റ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. അപ്പോൾ നമ്മൾ ചെയ്തു തരാത്തത്, നിങ്ങൾ എടുക്കുന്ന പെൻസിലും പെന്നും ഏതാണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തു തരാത്തത്. അപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് നോക്കുക. സോ can't write all length exactly. അപ്പോൾ എല്ലാ നീളവും കൃത്യമായിട്ട് എഴുതാനൊന്നും കഴിഞ്ഞില്ല എന്നൊരു ഗേൾ പറയുന്നുണ്ട്. അപ്പോൾ ബോയ് പറയാണ് യൂസ് ദ ഷോർട്ട് ലൈൻസ് ബിറ്റ്വീൻ ദ ലോങ് ലൈൻസ് ഓൾസോ. അപ്പോൾ വലിയ വരകൾക്കിടയിൽ ചെറിയ വരകളും ഉപയോഗിക്കണം, എന്നാലാണ് നമുക്ക് കറക്റ്റായിട്ട് എഴുതാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കെയിൽ അല്ലേ. ഇവിടെ ഒരു വരയിൽ നിന്നും, ഒരു വലിയ വരയിൽ നിന്നും ഒരു അടുത്ത വലിയ വരയിലേക്ക് എത്താനുള്ള ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, cm അഥവാ സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സെൻറ്റിമീറ്റർ. ഇനി രണ്ട് വര, ഒരു വലിയ വരയും ഒരു ചെറിയ വരയും, ഇതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ രണ്ട് വരകൾ തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു മില്ലിമീറ്റർ എന്ന് പറയും. mm എന്ന് എഴുതും, അല്ലെങ്കിൽ മില്ലിമീറ്റർ. ഇനി താഴെയുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കണം. ഇനി നമുക്ക് താഴെ നോക്കാം. നമ്മൾ 3ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ലെറ്റ്സ് മെഷർ എക്സാക്ട്ലി. നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് അളന്ന് നോക്കാം. ഇവിടെ വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് ദ പെൻസിൽ ഇൻ ദ പിക്ചർ. ഈ പിക്ചറിലെ പെൻസിലിൻ്റെ അളവ് എത്രയാണ്? ഇത് 0യിൽ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നത്, 13ൽ അവസാനിക്കുന്നില്ല, പിന്നെയും കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ 30 വരെ നമുക്കറിയാം 13 സെൻറ്റിമീറ്റർ ആയി എന്നറിയാം. ഇനി ഇവിടെ ഈ ഒരു 5 ഇവിടെയാണ് അവസാനിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ട് നോക്കൂ, 1 2 3 4 5 മില്ലിമീറ്ററും കൂടെയാണ് ഉള്ളത്, 5 മില്ലിമീറ്ററും. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 30 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും ആണ്. ബിറ്റ്വീൻ 13 സെൻറ്റിമീറ്റർ ആൻഡ് 40 സെൻറ്റിമീറ്റേഴ്സ് റൈറ്റ് അല്ലേ. 13ൻ്റെയും 14ൻ്റെയും ഇടയിലാണ്, കറക്റ്റ് ആണല്ലോ. ഇതിൻ്റെയും രണ്ടിൻ്റെയും ഇടയിലാണ് അവസാനിക്കുന്നത്, റൈറ്റ്, കറക്റ്റ് ആണ്. ബിറ്റ്വീൻ ഈച്ച് സെൻറ്റേഴ്സ് മാർക്ക് ദർ ആർ 9 ഷോർട്ട് ലൈൻ ഇൻ വിത്ത് 10 ഗ്യാപ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കൂ, ഇതിൻ്റെ ഇടയിൽ ഈ ഒരു 6ൻ്റെയും 7ൻ്റെയും ഇടയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് നമ്പറിൻ്റെ ഇടയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 9 ലൈൻസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. 9 ഗ്യാപ്സ് അല്ലെങ്കിൽ 9 ലൈൻസ് കാണാൻ വേണ്ടി പറ്റും. ദ പെൻസിൽ പോയിന്റ് ഇറ്റ് ആസ് ദ 5th ഷോർട്ട് ലൈൻ ആഫ്റ്റർ ദ 13 സെൻറ്റിമീറ്റർ മാർക്ക്. അപ്പോൾ ഈ ഒരു പെൻസിൽ എന്ന് പറയുന്നത് 13 കഴിഞ്ഞിട്ട് 5 മാർക്ക് ചെയ്യുന്ന ഇവിടെയാണ് അവസാനിക്കുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു ഷോർട്ട് ലൈൻസ് ഈസ് 1 മില്ലിമീറ്റർ. നമ്മൾ പറഞ്ഞു ഈ രണ്ട് വരകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 1 മില്ലിമീറ്റർ ആണ്. സോ ദ ലെങ്ത് ഓഫ് ദ പെൻസിൽ ഈസ് 13 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ. അപ്പോൾ പെൻസിലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്, 13 സെൻറ്റിമീറ്റേഴ്സും അതുപോലെ 5 മില്ലിമീറ്റേഴ്സും ആണ്. ദെൻ താഴെ കൊടുത്തിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 9 ലൈൻ ഉണ്ടല്ലോ, 9 ലൈൻ കഴിഞ്ഞ് 10ാമത്തെ ലൈനിൽ എത്തുമ്പോഴാണ് അവിടെ എന്ത്, 1 സെൻറ്റിമീറ്റർ സംഭവിക്കുന്നത്. സോ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 10 മില്ലിമീറ്റർ. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. മെഷർ ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓഫ് യുവർ മാത്ത് ടെക്സ്റ്റ് ബുക്ക് ആൻഡ് റൈറ്റ് ദം ഡൗൺ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാത്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് അതൊന്ന് നിങ്ങൾ അളന്നെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഏകദേശം അത് എത്രയാണ് വരിക എന്നുള്ളത് പറഞ്ഞു തരാം, പക്ഷേ എക്സാക്ട്ലി ആയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് അളന്ന് നോക്കണം. അതിൻ്റെ ലോങ് സൈഡ് എന്ന് പറയുന്നത് എത്ര വരും, ലോങ് സൈഡ് 26 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 8 മില്ലിമീറ്ററുമാണ് വരുന്നത്. ഷോർട്ട് സൈഡ് എന്ന് പറയുന്നത് 80 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 4 മില്ലിമീറ്ററും വരും.
ഇനി മെഷർ ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് യുവർ സ്കെയിൽ ആൻഡ് റൈറ്റ് ദം ഡൗൺ. നിങ്ങളുടെ സ്കെയിൽ എടുക്കുക. നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിൽ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ലോങ് സൈഡ് വരുന്നത് 15 സെൻറ്റിമീറ്റർ വരും. പിന്നെ ചെറിയ 2 ഭാഗങ്ങൾ കൂടെ വരുമ്പോൾ അതൊരു 3 മില്ലിമീറ്ററും കൂടെ വരുന്നതാണ്. ഷോർട്ട് സൈഡ് വരുന്നത് 2 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 4 മില്ലിമീറ്ററുമാണ് വരുന്നത്. ഓക്കെ, ഡ്രോ എ ലൈൻ യൂസിങ് എ സ്കെയിൽ ഇൻ യുവർ നോട്ട്ബുക്ക്, മെഷർ ഇറ്റ്സ് ലെങ്ത് ആൻഡ് റൈറ്റ്. ഇനി നിങ്ങൾ നോട്ട്ബുക്കിൽ വെറുതെ ഒരു വര വരക്കുക. എന്നിട്ട് അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണെന്ന് താഴെ എഴുതി കൊടുക്കുക. ഒരു 5 സെൻറ്റിമീറ്ററോ 10 സെൻറ്റിമീറ്ററോ എത്ര വേണേലും നിങ്ങൾക്ക് എടുത്ത് വരക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് വരച്ചിട്ട് നിങ്ങൾ എന്താണെന്നുള്ളത്, എത്രയാണ് വരച്ചത് എന്നുള്ളത് കറക്റ്റായിട്ട് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുകയും കൂടെ ചെയ്യാം. ഇനി താഴേക്ക് നോക്കൂ. വാട്ട് ഈസ് ദ ലെങ്ത് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ഇവിടെ ഓരോ ചിത്രത്തിലും പെൻസിൽ കാണിച്ചിട്ടുണ്ട്. പെൻസിലിൻ്റെ ലെങ്ത് എത്രയാണെന്ന് കറക്റ്റ് നമ്മളിവിടെ എഴുതി കൊടുക്കണം. ഒന്നാമത്തെ പെൻസിൽ നോക്കൂ. ഇവിടെ എന്താണ് 14 നിന്ന് അവസാനിക്കുന്നുണ്ട്. ഇവിടെ എവിടെ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്? 3യിലാണ് തുടങ്ങിയിട്ടുള്ളത് അല്ലേ? 3യിലാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ 3യിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ ആയല്ലേ? 1 2 3 4 5 6 7 8 9 10 11. അപ്പോൾ എത്രയാണ് വരുന്നത്? 11 സെൻറ്റിമീറ്റർ ആണ് അവിടെ വരുന്നത്. 0 മില്ലിമീറ്ററുമാണ്. ഇനി അടുത്ത പിക്ചർ നോക്കുകയാണെങ്കിൽ ഇവിടെ 6ൽ നിന്ന് തുടങ്ങി അവസാനിക്കുന്നത് എവിടെയാണ്? ഇവിടെ ഏകദേശം ഒരു 8ലൊക്കെ ആയിട്ടാണ് അവസാനിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. 1 1 2 3 4 5 6 7 8 എന്തുണ്ട്? 8 സെൻറ്റിമീറ്റർ വരുന്നുണ്ട് അല്ലേ? 8 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഏകദേശം ഒരു നോക്കുകയാണെങ്കിൽ 7ൻ്റെ അടുത്ത് വരുന്നുണ്ട് അല്ലേ? 7 മില്ലിമീറ്ററും വരുന്നുണ്ട്. ഇവിടെ ഒരെണ്ണം നമ്മൾ മിസ്സായിട്ടുണ്ട്. ഇതും കൂടെ നോക്കണം അല്ലേ? ഇതെവിടെയാണ്? 15ൽ അവസാനിക്കുന്നുണ്ട്. അതുപോലെ തുടങ്ങുന്നത് ഏകദേശം ഒരു ഇവിടെയൊക്കെ വെച്ചിട്ടാണ് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, 1 2 3 ഒരു 3 മില്ലിമീറ്റർ. അപ്പോൾ 3 5 3 8 മില്ലിമീറ്ററും ഉണ്ട്. അതുപോലെ ഇത് നോക്കൂ, 1 2 3 4 5 സെൻറ്റിമീറ്ററും വരുന്നുണ്ട്. ഇനി അടുത്തത് താഴെയുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ വരുന്നത് 2ൽ നിന്ന് തുടങ്ങുന്നു. 2 മുതൽ 3 വരെ 1 2 3 4 5 6 സെൻറ്റിമീറ്റർ ആയല്ലേ? 6 സെൻറ്റിമീറ്റർ ആണ്. മില്ലിമീറ്റർ നമുക്ക് കറക്റ്റ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കൂടി ആക്യുറേറ്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഇവിടെയൊക്കെയാണ്. അപ്പോൾ 5 കഴിഞ്ഞ് 2, അപ്പോൾ 7 മില്ലിമീറ്ററും വരുന്നുണ്ട്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 1 സെൻറ്റിമീറ്റർ 2 3 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ മില്ലിമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം ഇവിടെയാണല്ലേ? എവിടെയെന്ന് പറയുന്നത് ഒരു 8 മില്ലിമീറ്റർ നമുക്ക് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒന്നും കൂടെ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുക്കുക. ഓക്കെ, ഇവിടെ ഇതായതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റുന്നില്ല. ഏകദേശമാണ് ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. സെൻറ്റിമീറ്റർ കറക്റ്റ് ആയിരിക്കും. മില്ലിമീറ്റർ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പേപ്പർ സ്ട്രിപ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെഷർ ദ ലെങ്ത് ഓഫ് ദ പേപ്പർ സ്ട്രിപ്പ് ഷോൺ ബിലോ ആൻഡ് റൈറ്റ് ദം ഡൗൺ. ചുവടെ കൊടുത്തിരിക്കുന്ന പേപ്പർ സ്ട്രിപ്സ് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഓരോന്നും അളന്നിട്ട് നിങ്ങൾ സ്കെയിൽ ഉപയോഗിച്ച് എഴുതി നോക്കുക. അപ്പോൾ ഫസ്റ്റ് വൺ നിങ്ങൾ അളന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു 3 സെൻറ്റിമീറ്ററും ഒരു 5 മില്ലിമീറ്ററും ഉണ്ടായിരിക്കും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും ഉണ്ടായിരിക്കും. അതുപോലെ തേർഡ് വൺ 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും ഉണ്ടായിരിക്കും. ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് അളന്നിട്ട് ഒന്ന് എഴുതി നോക്കുക. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ സ്കെയിൽ വെച്ച് അളക്കുക, എന്നിട്ട് എഴുതി നോക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മെഷർ എഗെയിൻ ആണ്. ഇൻ ദ സെക്ഷൻ പ്ലേയിങ് വിത്ത് മാത്ത് യു മെഷർ സം ഒബ്ജക്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പ്ലേയിങ് വിത്ത് മാത്ത് എന്ന് പറയുന്ന കളിയിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് അളന്നിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് നമ്മൾ കറക്റ്റ് അളന്നിട്ട് എഴുതി. മെഷർ ദം എഗെയിൻ മോർ എക്സാക്ട്ലി ആൻഡ് റൈറ്റ് ദം ഡൗൺ. പക്ഷേ ആ സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് അളക്കാൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നും കൂടെ അളന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് ആക്യുറേറ്റ് എത്രയാണെന്നുള്ളത് ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, നേരത്തെ അളന്ന പോലെ പെൻസിലും പെന്നും എടുക്കുക. അതുപോലെ തന്നെ നോട്ട്ബുക്ക് എടുക്കുക, A4 പേപ്പർ എടുക്കുക. അത്രയും സാധനങ്ങൾ എടുത്തിട്ട് അത് അളന്നിട്ട് എഴുതി കൊടുക്കുക.
നെക്സ്റ്റ് വണ് മെഷർ ആൻഡ് ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ്. മെഷർ ദ ഡിസ്റ്റൻസ് ഫ്രം ദ ലെഫ്റ്റ് എൻഡ് ഓഫ് ദ ലൈൻ ടു ദ ടിപ്പ് ഓഫ് ദ ആരോ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ എന്നുള്ളതാണ്. എന്ത് ചെയ്യുക, ഈ വരയിലെ ഇടത്തെ അറ്റം മുതൽ അടയാളമിട്ട ഭാഗം വരെയുള്ള അകലം എത്രയാണെന്ന് അളന്നെഴുതുക. അപ്പോൾ അത് അളന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രയായിരിക്കും. ഇത് 2 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 2 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ടിപ്പ് ഓഫ് ദ ആരോ ടു ദ റൈറ്റ് എൻഡ് ഓഫ് ദ ലൈൻ? അടയാളമിട്ട ഭാഗം മുതൽ വലത്തെ അറ്റം വരെയുള്ള അകലം എന്ന് പറയുന്നത് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 5 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 5 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ലൈൻ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയായിരിക്കും? ഇത് 2 സെൻറ്റിമീറ്ററും ഇത് 5 സെൻറ്റിമീറ്ററും. 2 + 5 എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. 2 + 5 = 7 സെൻറ്റിമീറ്റർ. ഓക്കെ, അത് കറക്റ്റായിട്ട് ജസ്റ്റ് അവിടെ എഴുതി കൊടുക്കുക മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ ടേബിൾ എന്ന് പറയുന്ന അടുത്ത പ്രവർത്തനം. ഇവിടെ മില്ലിമീറ്ററും സെൻറ്റിമീറ്ററും ആക്യുറേറ്റ് ആയിട്ട് എഴുതാനാണ്. നമുക്കറിയാം 10 മില്ലിമീറ്റർ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇനി അത് വെച്ച് നോക്കാം. ഇവിടെ 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ 20 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. മാത്രമല്ല അവിടെ കൊടുത്തിട്ടുള്ള അടുത്തതെന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 4ൻ്റെ കൂടെ 10 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. 4 × 10 എന്ന് പറയുന്നത് എത്രയാണ്? 40. അപ്പോൾ 40 മില്ലിമീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് വൺ 70 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. 9 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 90 മില്ലിമീറ്റർ ആണ്. 100 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് എഴുതാൻ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ എന്താണ് 10 മില്ലിമീറ്റർ എന്ന് പറയുന്നതാണ് 1 സെൻറ്റിമീറ്റർ എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസിയാണ്. ഏതൊരു നമ്പറിൻ്റെ കൂടെയും 0 കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും മില്ലിമീറ്റർ, എത്ര സെൻറ്റിമീറ്റർ ആണുള്ളത് അതിൻ്റെ കൂടെ ഒരു 0 കൂട്ടി കൊടുക്കാം. നെക്സ്റ്റ് വൺ ലെങ്ത് ഓഫ് പെൻസിൽ എന്നുള്ളതാണ്. പെൻസിലിൻ്റെ നീളം. ബോയ് പറയാണ് മൈ പെൻസിൽ ഈസ് 5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 7 മില്ലിമീറ്റേഴ്സ്. എൻ്റെ പെൻസിൽ 5 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററുമാണ് നീളമുള്ളത്. യു ക്യാൻ സേ 57 മില്ലിമീറ്റേഴ്സ് ഇൻസ്റ്റഡ്. അപ്പോൾ അതിന് പകരം നിനക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? 57 മില്ലിമീറ്റർ എന്ന് പറയാമെന്നാണ് പറയുന്നത്. ശരിയാണല്ലേ. 5 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 50 മില്ലിമീറ്റർ ആണ്. ഇനി 7ഉം കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാവും? 57 മില്ലിമീറ്റർ എന്നായിട്ട് മാറും. മെഷർ ദ ലെങ്ത് ഓഫ് യുവർ പെൻസിൽ ആൻഡ് പെൻസിൽസ് ഓഫ് യുവർ ഫ്രണ്ട്സ്, റൈറ്റ് ദം ഇൻ ദ ഡയറി. നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻ ദ ടേബിൾ നിങ്ങൾ നിങ്ങളുടെ പെൻസിലും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പെൻസിലും ഒക്കെ എടുത്തിട്ട് അതൊന്ന് മെഷർ ചെയ്യുക. എന്നിട്ട് അതിന് കറക്റ്റായിട്ട് എത്രയാണ് ഓരോരുത്തരുടെയും വരുന്നത് എന്നുള്ളത് അവിടെ ജസ്റ്റ് എഴുതി കൊടുക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് വണ്ണിലേക്ക് നമുക്ക് പോവാം. കാൽക്കുലേറ്റ് ആൻഡ് റൈറ്റ് എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം 10 മില്ലിമീറ്ററും ആണ്. പിന്നെ 8 മില്ലിമീറ്റർ ഉണ്ട്. അപ്പോൾ 10 + 8 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 18 മില്ലിമീറ്റേഴ്സ് ആണ്. നെക്സ്റ്റ് വൺ 5 മില്ലിമീറ്റേഴ്സ് ആണ്. ദെൻ 8 മില്ലിമീറ്റേഴ്സും ഉണ്ട്. 5 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്റേഴ്സുമാണ്. 5 സെൻറ്റിമീറ്റേഴ്സ് എന്ന് പറയുന്നത് എത്ര മില്ലിമീറ്റർ ആണ്? എത്രയാണ്? 50 മില്ലിമീറ്റർ ആണല്ലോ. അപ്പോൾ അവിടെ 50 മില്ലിമീറ്റർ എന്ന് എഴുതി കൊടുക്കുക. മില്ലിമീറ്റേഴ്സ് പ്ലസ് ഇവിടെ എത്ര ഉണ്ട്? 8 മില്ലിമീറ്ററും കൂടെ ഉണ്ടല്ലേ. 8 മില്ലിമീറ്റേഴ്സ്. ദെൻ രണ്ടും കൂടെ കൂട്ടുമ്പോൾ 50 + 8 എന്ന് പറയുന്നത് 58 ആണല്ലേ. 58 മില്ലിമീറ്റേഴ്സ്. നെക്സ്റ്റ് ആണ് ഇവിടെ 24 മില്ലിമീറ്റേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? ഒന്ന് 20 മില്ലിമീറ്റേഴ്സ് ആക്കാം അല്ലേ. 20 മില്ലിമീറ്റേഴ്സ് പ്ലസ് എന്തുണ്ട്? 4 മില്ലിമീറ്റേഴ്സും ഉണ്ട്. ഇപ്പോൾ ഈ 20 മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? 2 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റേഴ്സ് പിന്നെ ബാക്കിയുള്ളത് 4 മില്ലിമീറ്റേഴ്സും. ഓക്കെ, നെക്സ്റ്റ് വണ് 30 മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആണ്. 3 സെൻറ്റിമീറ്റർ പിന്നെ 6 മില്ലിമീറ്ററും ഉണ്ടല്ലേ. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 30 + 6 എന്ന് പറയുന്നത് 36 മില്ലിമീറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് എഴുതി കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. നെക്സ്റ്റ് വൺ
ഷോർട്ട് ലെങ്ത് ആണ്. ക്യാൻ യു നെയിം സം ഒബ്ജെക്ട് ലെസ് ദാൻ എ സെൻറ്റിമീറ്റർ ലോങ്. 1 സെൻറ്റിമീറ്ററിന് താഴെയുള്ള സാധനങ്ങളുടെ പേരെഴുതാനാണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നിന്നും ഇതുവരെ അല്ലേ, അത്രയും ചെറുത്. ഒന്ന് സ്ക്രൂ കൊടുത്തിട്ടുണ്ട്. മറ്റൊന്ന് നമുക്ക് പേള് അത്രയും ചെറുതാണ് അല്ലേ. അതുപോലെ തന്നെ റൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അതുപോലെ തന്നെ നട്ട് എന്ന് പറയുന്നതും വളരെ ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേര് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അടുത്തതായിട്ട് വരുന്നത്. ഇൻ ദ എക്സലൻസ് ഫെസ്റ്റ് സനൂസ് ഫ്രണ്ട്സ് ആർ മെഷറിംഗ് ദ ലെങ്ത് ഓഫ് സം ഒബ്ജെക്ട്സ്. അപ്പോൾ ഈ ഒരു ഫെസ്റ്റിൽ സനുവിൻ്റെ ഫ്രണ്ട്സ് കുറച്ച് സാധനങ്ങളുടെ നീളം അളക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോന്നിൻ്റെ നീളവും. ഹെൽപ്പ് ദം ടു കംപ്ലീറ്റ് ദ ടേബിൾ. അപ്പോൾ ഇതിനെന്ത് ചെയ്യണം? സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലും ആക്കി എഴുതുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റാണി ആൻഡ് ചിന്നു ആണ്. അപ്പോൾ റാണി ചിന്നു റിബൺ ആണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. അത് 16 സെൻറ്റിമീറ്റേഴ്സും 5 മില്ലിമീറ്റേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഫുള്ള് മില്ലിമീറ്റേഴ്സിലേക്ക് ആക്കണം. 16 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു 0 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായി? 106 ആയി അല്ലേ, അഥവാ 160 ആയി. 160യുടെ കൂടെ ഈ 5ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 165 ആയി. അപ്പോൾ 165 ആണ് അതിൻ്റെ എന്തെന്ന് പറയുന്നത്? മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ് ടിനു ആൻഡ് അപ്പു ആണ്. ജൂട്ട് സ്ട്രിങ് ആണ് ചെയ്യുന്നത്, ചണ നൂലാണ്. അവിടെ 256 മില്ലിമീറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ ഈ ഒരു 225ൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും? ഫസ്റ്റത്തെ രണ്ടെണ്ണം നോക്കിയാൽ മതി അല്ലേ. 25 ആണ് അവിടെ ഉള്ളത്. അപ്പോൾ 25 എന്ന് പറയുന്നതാണ് അവിടുത്തെ എന്ത്? സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത്. സെൻറ്റിമീറ്റേഴ്സ്. ബാക്കിയുള്ളത് എത്രയാണ്? 6 ആണ്. അവിടെ 6 എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ്. നെക്സ്റ്റ് വണ് മനു ആൻഡ് കനിയാണ്. കളേർഡ് പേപ്പറാണ്. 24 സെൻറ്റിമീറ്റർ ഉള്ളതാണുള്ളത്. അപ്പോൾ അത് എത്രയാണ് മില്ലിമീറ്റർ എന്ന് എഴുതണം. നമുക്ക് എന്ത് ചെയ്യാം? 24 × 10 ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ 24ൻ്റെ കൂടെ ഒരു 0 ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്രയായി? 240 മില്ലിമീറ്റർ ആയിട്ട് മാറി. ഓക്കെ. നെക്സ്റ്റ് വൺ സാക്ഷി ആൻഡ് ശ്രേയയാണ്. തിക്ക് സ്ട്രിങ് ആണ്, കട്ടിയുള്ള നൂലാണ്. 140 മില്ലിമീറ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ എന്ത് ചെയ്താൽ മതി? ഈ 0 ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി എത്രയാണുള്ളത്? 14. അപ്പോൾ 14 സെൻറ്റിമീറ്റേഴ്സ് ആണ് അവിടെ ഉള്ളത്. അവിടെ മില്ലിമീറ്റേഴ്സ് ഇല്ല. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ ആദ്യം പഠിച്ചത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ചെയ്യാനും പറ്റുന്ന ഒന്നാണ്. നെക്സ്റ്റ് പേജിലേക്ക് കടക്കാം. 128 ആണ്. ഈർക്കിൾ റെക്റ്റാങ്കിൾസ് ആണ്. ടിനു ഈസ് മേക്കിംഗ് എ സ്ക്വയർ ഓഫ് സൈഡ് 9 സെൻറ്റിമീറ്റേഴ്സ് 5 മീറ്റേഴ്സ് യൂസിങ് ഈർക്കിളി ബൈറ്റ്സ്. അപ്പോൾ ഈർക്കിളി ബൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ടീനു 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും വശമുള്ള ഒരു എന്തുണ്ടാക്കുകയാണ്? സ്ക്വയർ ഉണ്ടാക്കുകയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ സ്ക്വയർ വരച്ചു. ഇത് സ്ക്വയർ ആണ്. ഈ സ്ക്വയർ ഉണ്ടാക്കുന്നത് 9 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 5 മില്ലിമീറ്ററും ഉള്ള സ്ക്വയറിൽ നമുക്കറിയാം 4 ഭാഗങ്ങളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. 4 വശങ്ങളും ഈക്വൽ ആണെന്നുള്ളത് നമുക്കറിയാം. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഈർക്കിളി ബൈറ്റ്സ് ഷീ കട്ട് ഓഫ് ഹെർ ദിസ്. അപ്പോൾ ഇതിന് വേണ്ടി എത്ര ഈർക്കിളി ആയിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ദ ലെങ്ത് ഓഫ് 1 ഈർക്കിളി ബൈറ്റ്സ് ഈസ് 9 സെൻറ്റിമീറ്റർ ആൻഡ് 9 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റേഴ്സ് ഈസ് ഇൻ ഇറ്റ്. എന്താണ് ഒരു ഈർക്കിളി കഷ്ണം എന്ന് പറയുന്നത്? ഈ 5 സെൻറ്റിമീറ്ററും 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ് അല്ലേ. സോ എത്ര വേണം? നമുക്കറിയാം 4 എണ്ണം ഈക്വൽ ആയിട്ട് വേണം. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് 4 സച്ച് ഈർക്കിളി ബൈറ്റ്സ്. അപ്പോൾ ഫസ്റ്റ് വൺ 4 × 9 ചെയ്യുക. എത്ര കിട്ടും? 36 കിട്ടും അല്ലേ. ദെൻ 5നെ നമ്മൾ 4 × 5 വെക്കുക. 20 മില്ലിമീറ്റേഴ്സും കിട്ടും. ഇനി നമുക്കറിയാം 20 മില്ലിമീറ്റേഴ്സ്. ഹൗ മെനി സെൻറ്റിമീറ്റേഴ്സ് ഈസ് 20 മില്ലിമീറ്റേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. 20 എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ ആണ് അവിടെ വരുന്നത്. ദെൻ ദ ടോട്ടൽ ലെങ്ത് ഓഫ് ദ ഈർക്കിളി ബൈറ്റ്സ് ഓഫ് ലെങ്ത് 9 സെൻറ്റിമീറ്റേഴ്സ് 5 മില്ലിമീറ്റേഴ്സ്. അപ്പോൾ 9 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്റർ നീളമുള്ള 4 ഈർക്കിളി കഷ്ണത്തിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയായി? 36 മീറ്ററും പ്ലസ് 2 സെൻറ്റിമീറ്ററും അല്ലേ. അപ്പോൾ എത്രയായി? 36ഉം 2ഉം കൂടെ 38 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. സോ വി ക്യാൻ ഓൾസോ ഡു ഇറ്റ് ലൈക്ക് ദിസ്. ഇത് നമുക്ക് എങ്ങനെയും എഴുതാം. ലെങ്ത് ഓഫ് 1 ഈർക്കിളി ബൈറ്റ്സ് 9 സെൻറ്റിമീറ്റേഴ്സ് 5 മില്ലിമീറ്റേഴ്സ്. ലെങ്ത് ഓഫ് 4 ഈർക്കിളി ബൈറ്റ്സ് 4 × 9 പ്ലസ് 5 സെൻറ്റിമീറ്റർ. 4 × 9 എന്ന് പറയുന്നത്
അപ്പോൾ 9 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 90 ആണല്ലോ. അപ്പോൾ +5 95, 4 × 95 ആയിട്ട് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ 4 × 95 കണക്കാക്കിയാൽ പോരെ. അപ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടൂല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 95 × 4 ചെയ്ത് നോക്കുക. 95 × 4 എത്ര കിട്ടും, 0. ഇത് 38 എത്രയാണ്, 380 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ 380 എന്ന് പറയുന്നത് മില്ലിമീറ്റർ ആണ്. അതിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ ഈ 0 ഒഴിവാക്കുക, 38 എന്നുള്ളത് കിട്ടും. അപ്പോൾ 38 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇങ്ങനെയും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ലെങ്ത് ഓഫ് ഈർക്കിലി എന്നുള്ളതാണ്. സാക്ഷി ഈസ് മേക്കിംഗ് എ റെക്റ്റാങ്കിൾ വിത്ത് 4 ഈർക്കിലി ബൈറ്റ്സ്. അപ്പോൾ സാക്ഷി എന്താ ചെയ്യുന്നത്, ഒരു റെക്റ്റാങ്കിൾ ആണ് ഉണ്ടാക്കുന്നത്. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്പിലായിരിക്കും. അപ്പോൾ ദ ടോട്ടൽ ലെങ്ത് ഓഫ് 2 പീസസ് 20 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററുമാണ്. ദ ടോട്ടൽ ലെങ്ത് ഓഫ് അതർ 2 പീസസ് 60 മീറ്റേഴ്സ് 6 മില്ലിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ 4 പീസസ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത്, രണ്ട് കഷ്ണങ്ങളുടെ ആകെ നീളം എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്ററും 4 മീറ്ററുമാണ്. മറ്റു രണ്ട് കഷ്ണങ്ങൾ 16 സെൻറ്റിമീറ്ററും 6 മീറ്ററുമാണ്. ഈർക്കിൽ കഷ്ണങ്ങളുടെ ആകെ നീളം എത്രയാണ്? സോ നീളം അളക്കാൻ സാക്ഷിയെ സഹായിക്കാനാണ് പറയുന്നത്. ഹെൽപ്പ് സാക്ഷി ടു കാൽക്കുലേറ്റ് ദ ലെങ്ത്, റൈറ്റ് ഡൗൺ യുവർ കാൽക്കുലേഷൻസ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. ടോട്ടൽ ലെങ്ത് ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, സ്ക്വയർ ആണെങ്കിൽ 4 വശവും ഈക്വൽ ആയിരിക്കും. ഇത് റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് രണ്ട് വശങ്ങളായിരിക്കും ഈക്വൽ ആവുന്നത്. 4 വശങ്ങൾ ഒരിക്കലും ഈക്വൽ അല്ല. ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ ടോട്ടൽ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് എന്താണ്, 20 സെൻറ്റിമീറ്ററും പ്ലസ് എന്താണുള്ളത്, 4 മില്ലിമീറ്ററുമാണുള്ളത് അല്ലേ. മില്ലിമീറ്റർ പ്ലസ് എന്തുണ്ട്, 60 സെൻറ്റിമീറ്ററും പ്ലസ് 6 മില്ലിമീറ്ററും ഉണ്ട്. ഇനി രണ്ടും കൂടെ കൂട്ടി നോക്കുക, എത്ര കിട്ടും, 20യും 16യും കൂടെ കൂട്ടുമ്പോൾ 36 സെൻറ്റിമീറ്റർ പ്ലസ് 4ഉം 6ഉം കൂടെ കിട്ടുമ്പോൾ 10 മില്ലിമീറ്ററും കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് അവിടെ എന്താണ്, 1 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. സോ ടോട്ടൽ എന്ന് പറയുന്നത് 36 + 1 ആയിട്ട് മാറി 37 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് ഉത്തരം എന്ന് പറയുന്നത്. എങ്ങനെയാണ് വന്നതെന്ന് അറിയില്ലേ, 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമുക്ക്. ടോട്ടൽ ലെങ്ത് ആണ് അടുത്തതായിട്ട് നോക്കുന്നത്. ദ ലെങ്ത് ഓഫ് എ പെൻസിൽ 7 സെൻറ്റിമീറ്റേഴ്സ് 8 മില്ലിമീറ്റേഴ്സ് ആൻഡ് ദ ലെങ്ത് ഓഫ് അനദർ പെൻസിൽ ഈസ് 5 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 3 മില്ലിമീറ്റേഴ്സ്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് എന്നാണ് ചോദിക്കുന്നത്. ഒരു പെൻസിലിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്, 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും ആണ്. പ്ലസ് അടുത്ത പെൻസിൽ 5 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ആണ്. ടോട്ടൽ എത്രയായിരിക്കും, 7ഉം 5ഉം കൂടെ കൂട്ടി നോക്കി എത്ര കിട്ടും, 12 കിട്ടും അല്ലേ. അപ്പോൾ 12 സെൻറ്റിമീറ്റർ കിട്ടി. 8ഉം 3ഉം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും, 11 മില്ലിമീറ്റർ എന്നുള്ളത് കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇവിടെ 11 എന്ന് പറയുമ്പോൾ 10 കഴിഞ്ഞു അല്ലേ. 10 കഴിഞ്ഞ് ബാക്കി ഒന്നാണുള്ളത്. അപ്പോൾ 10 ഇങ്ങോട്ട് വരുമ്പോൾ 30 ആയിട്ട് മാറും. 30യുടെ കൂടെ എന്തും കൂടെ ഉണ്ട്, 30 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററും കിട്ടും. അതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇവിടെ തന്നിട്ടുണ്ട് ഒരു പെൻസിൽ എന്ന് പറയുന്നത് എത്രയാണ്, 7 സെൻറ്റിമീറ്ററും 8 മില്ലിയും ആണ്. അടുത്ത പെൻസിൽ എന്ന് പറയുന്നത് ഇത്രയാണ്. അപ്പോൾ ഇത് ടോട്ടലും കൂടെ നമുക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ എത്ര കിട്ടും, ഇവിടെ നോക്കൂ, 30 + 1 കിട്ടും അല്ലേ. 30 സെൻറ്റിമീറ്ററും 1 മില്ലിമീറ്ററും കിട്ടും. അപ്പോൾ 13ഉം 1ഉമാണ് അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 13 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 1 മില്ലിമീറ്റേഴ്സ് ഈസ് 131 മില്ലിമീറ്റർ. അപ്പോൾ ഇത് ഫുൾ മില്ലിമീറ്ററിൽ എഴുതിയതാണ് ഇതെന്ന് പറയുന്നത്. ആൻസർ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും എഴുതിയാലും കറക്റ്റാണ്. ഇനി ഇവിടെ പറയുന്നുണ്ട് ഇത് എങ്ങനെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എന്നുള്ളത്. ഒന്ന് 7 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്റേഴ്സും നമ്മൾ എഴുതിയ പോലെ തന്നെ ചെയ്തതാണ്. അടുത്തതെന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഈ 7 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റേഴ്സിനെ മൊത്തത്തിൽ എന്താണ് മില്ലിമീറ്റർ ആക്കി മാറ്റി. അപ്പോൾ 7 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 70 ആണല്ലേ. പ്ലസ് 8 എന്ന് പറയുന്നത് 78 മില്ലിമീറ്റർ ആയിട്ട് മാറി. നെക്സ്റ്റ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ആണ്. അപ്പോൾ അതിനെ 53 മില്ലിമീറ്റർ എന്നാക്കിയിട്ട് എഴുതി. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 131 മില്ലിമീറ്റർ എന്നായിട്ട് മാറി. 131 എന്ന് പറയുന്നത് 13 എന്ന് പറയുന്നത് എന്താണ്, സെൻറ്റിമീറ്ററും 1 എന്ന് പറയുന്നത് എന്താണ് അവിടെ, മില്ലിമീറ്ററുമാണ്. വി ഓഫ്റ്റൻ റൈറ്റ് ക്യാൻസ് ഫോർ സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് മില്ലിമീറ്റർ ഫോർ മില്ലിമീറ്റർ. അപ്പോൾ എന്താണ്, സെൻറ്റിമീറ്റർ നമുക്ക് CM എന്നും മില്ലിമീറ്റർ നമുക്ക് MM എന്നും എഴുതാം. നമ്മൾ എഴുതിയതാണ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് ഒന്നും കൂടെ അവിടെ പറഞ്ഞു തന്നെന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. ബ്രോക്കൺ സെയിലാണ് അടുത്തതായിട്ട് നടക്കാൻ വേണ്ടി പോകുന്നത്.
ഇവിടെ മൈ സ്കെയിൽ ഈസ് ബ്രോക്കൺ, ഐ ഹാവ് എ പീസ് 8 സെൻറ്റിമീറ്റേഴ്സ് 4 millimeters ലോങ്. അപ്പോൾ ഗേള് പറയാണ് എൻ്റെ പെൻസിൽ പൊട്ടിപ്പോയി. അപ്പോൾ എന്താണ്, ആ പെൻസിൽ ഒരു പീസ് 8 സെൻറ്റിമീറ്റർ 4 millimeter ലോങ് ആണ്. ഐ ഹാവ് ദ അതർ പീസ്. അപ്പോൾ ബോയ് പറയാണ് എൻ്റെ അടുത്ത് ഇതിൻ്റെ ബാക്കിയുണ്ടെന്ന് പറയാണ്. സോ രണ്ടും കൂടി ചേർന്നാൽ എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കണം? 50 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ 50 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിലാണ് അവരുടെ കയ്യിൽ ഉള്ളത്. സോ ഹൗ ഡു വി കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദ അതർ പീസ്? അങ്ങനെയാണെങ്കിൽ അതർ പീസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ടോട്ടൽ എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. അതിൽ നിന്നും 8 സെൻറ്റിമീറ്ററും 4 millimeter നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 14 നിന്നും 8 നമ്മൾ കുറക്കണം അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? 14 നിന്നും 1 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ എന്നുള്ളതിനെ നമുക്ക് ഒന്നും കൂടെ ചെറുതാക്കിയിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 40 സെൻറ്റിമീറ്ററും 1 സെൻറ്റിമീറ്ററും ആക്കി എഴുതാം. ഇനി അത് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടില്ല. അപ്പോൾ 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 10 millimeter ആണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടുമല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ 14 കിട്ടും, ഇവിടെ 10 കിട്ടും. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ ഉള്ളത് 8 ആയിരിക്കും, ഇവിടെ ഉള്ളത് 4 ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടെ മൈനസ് ചെയ്ത് കൊടുക്കുക. 10 നിന്നും 4 കുറച്ച് 6 കിട്ടും, 14 നിന്നും 8 കുറക്കുക. എത്ര കിട്ടും? 6. അപ്പോൾ 6 സെൻറ്റിമീറ്ററും കിട്ടും, 6 millimeter നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സബ്സ്ട്രാക്ടിങ് 8 സെൻറ്റിമീറ്റർ ഫ്രം 40 സെൻറ്റിമീറ്റർ ആൻഡ് 4 millimeter ഫ്രം 10 millimeters give 6 centimeter and 6 millimeter. അപ്പോൾ എന്താണ്? 14 സെൻറ്റിമീറ്ററിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ കുറക്കുക. 10 millimeterൽ നിന്നും 4 millimeter കുറച്ച് കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്ററും 6 millimeter നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. എന്ത് ചെയ്താൽ മതി? 15 സെൻറ്റിമീറ്റേഴ്സ് മൈനസ് 8 സെൻറ്റിമീറ്റർ 4 millimeters ആണ്. ഇതിനെ എന്ത് ചെയ്യാം? മൊത്തത്തിൽ എല്ലാത്തിനെയും മില്ലിമീറ്റേഴ്സിലേക്ക് മാറ്റുക. 15 എന്ന് പറയുന്നത് 150 ആയിട്ട് മാറും. 8 സെൻറ്റിമീറ്റർ 4 millimeterഉം 84 millimeters ആയിട്ട് മാറും. അപ്പോൾ ഇതിൽ നിന്നും 150 നിന്നും നമ്മൾ എന്ത് ചെയ്യുക? 84 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 66 എന്ന് കിട്ടും. ഈ 6 എന്ന് പറയുന്നത് ഈ 6 എന്താണ്? സെൻറ്റിമീറ്ററും ഈ 6 എന്ന് പറയുന്നത് മില്ലിമീറ്ററുമാണ്. അപ്പോഴും നമുക്ക് ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് മൊത്തം മില്ലിമീറ്ററിലേക്ക് മാറ്റിയിട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, അതല്ലാതെയും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ മെത്തേഡ് നിങ്ങൾ രണ്ടും മനസ്സിലാക്കി വെക്കുക. ഏത് മെത്തേഡാണോ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് അതിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഏതിൽ ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ആൻസർ കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രം മതി. നെക്സ്റ്റ് വൺ സ്പോർട്ട് ഫെസ്റ്റ് ആണ്. ഇവിടെ ടീച്ചർ പറയാണ് കൺഗ്രാജുലേഷൻസ് ടിന്നു, ഫസ്റ്റ് പ്ലേസ് ഇൻ ലോങ് ജംപ്, ഗുഡ് ഗേൾ. ലോങ് ജമ്പിൽ ഫസ്റ്റ് പ്രൈസ് ആണ്, ഗുഡ് ഗേൾ എന്നൊക്കെ പറയാണ്. ദെൻ ചിന്നു പറയാണ് താങ്ക് യു ടീച്ചർ, വാട്ട് ഡിസ്റ്റൻസ് ഐ ഡിഡ് ജംപ്. ഞാൻ എത്ര ഡിസ്റ്റൻസിലാണ് ചാടിയത് എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ സി ചിന്നൂസ് ജമ്പ്, ചിന്നുവിൻ്റെ ജമ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ജമ്പ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ 3 എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദെൻ ഒന്നാമത്തേൽ 1 മീറ്ററും 96 സെൻറ്റിമീറ്ററും ആയിരുന്നു. സെക്കൻഡ് വണ്ണിൽ 2 മീറ്ററും 17 സെൻറ്റിമീറ്ററും ആയി. തേർഡ് വണ്ണിൽ 2 മീറ്ററും 46 സെൻറ്റിമീറ്ററും ആയി. ദെൻ വാട്ട് ഈസ് ദ മാക്സിമം ഡിസ്റ്റൻസ് ജിന്നു ജംപ്ഡ്. അപ്പോൾ ജിന്നു ചാടിയതിൽ മാക്സിമം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ആദ്യം നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഏറ്റവും വലുതെന്ന് പറയുന്നത് ഏതാണ്? നോക്കൂ, 1 മീറ്റർ 2 മീറ്റർ 2 മീറ്റർ. അപ്പോൾ 2 മീറ്ററാണ് കൂടുതൽ, ഒന്ന് 17 സെൻറ്റിമീറ്റർ, ഒന്ന് 46 ആണല്ലേ. അപ്പോൾ തേർഡ് വൺ ആണല്ലേ. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എന്താണ്? 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഈ എം നമ്മൾ നേരത്തെ ഇതുവരെ പഠിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞതിൽ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, മീറ്റർ. ഓക്കെ, അപ്പോൾ മീറ്റേഴ്സ് എന്നുള്ളതാണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്ററുമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ മീറ്ററിനെയാണ് നമ്മൾ എം എന്നുള്ളത് എഴുതാറുള്ളത്. ഇനി ഹൗ മച്ച് മോർ ഈസ് ദ തേർഡ് ജമ്പ് ദാൻ ദ ഫസ്റ്റ് ജമ്പ്. ഫസ്റ്റ് ജമ്പിനേക്കാൾ എത്ര കൂടുതലാണ് തേർഡ് ജമ്പിൽ ചാടിയിട്ടുള്ളത്? ഫസ്റ്റ് ജമ്പ് എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? ഫസ്റ്റ് എന്ന് പറയുന്നത് 1 മീറ്ററും 96 സെൻറ്റിമീറ്ററും ആയിരുന്നു അല്ലേ. മൂന്നാമത്തെന്ന് പറയുന്നത് 2 മീറ്ററും 46 സെൻറ്റിമീറ്ററും ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മൊത്തത്തിൽ എല്ലാത്തിനെയും നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി എഴുതാം. എന്നിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ മൈനസ് 1 മീറ്റർ 96 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഇനി എന്ത് ചെയ്യുക? 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ എന്നുള്ളത് 2 മീറ്റർ എന്ന് പറയുമ്പോൾ 200 ആയി അല്ലേ, പ്ലസ് 46 ആയി. അപ്പോൾ എത്രയായി? 246 സെൻറ്റിമീറ്റർ മൈനസ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 ആയി. ദെൻ 96 196 സെൻറ്റിമീറ്റർ. ഇത് രണ്ടും കൂടെ കുറക്കുക.
246 നിന്നും 196 നമ്മൾ കുറച്ച് നോക്കുക. 6 നിന്ന് 6 കുറച്ചാൽ 0, 4 നിന്നും കുറക്കാൻ പറ്റില്ല, ഇവിടെ 1, ഇവിടെ ക്യാരി 4 ചെയ്യും, ഇവിടെ 14 ആയി. 14 നിന്നും 9 കുറച്ച് കഴിഞ്ഞാൽ 5 എന്നുള്ളത് കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണ് അവിടെ കൂടുതലുള്ളത്. അതിന് നമുക്ക് മീറ്ററിലാക്കാൻ പറ്റില്ല, കാരണം 100 ഉണ്ടെങ്കിലേ മീറ്ററിൽ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൗ മച്ച് മോർ ഇസ് എ തേർഡ് ജംപ് ദാൻ ദ സെക്കൻഡ് ജംപ്. സെക്കൻഡ് ജമ്പിനേക്കാൾ എത്ര കൂടുതലാണ് തേർഡ് ജമ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് ജമ്പ് എന്ന് പറയുന്നത് ഏതാണ്? ഇതാണല്ലേ. അപ്പോൾ തേർഡ് ജമ്പിൽ നിന്നാണ് നമുക്ക് മൈനസ് ചെയ്യേണ്ടത്, കാരണം അതാണ് കൂടുതൽ. അപ്പോൾ 2 മീറ്റർ 46 സെൻറ്റിമീറ്റർ മൈനസ് 2 മീറ്റർ 17 സെൻറ്റിമീറ്റർ. മൊത്തം എല്ലാത്തിനെയും നമുക്ക് എന്ത് ചെയ്യാം? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി എഴുതി കൊടുക്കാം. എത്ര കിട്ടും? ഇവിടെ 246 ആണ് സെൻറ്റിമീറ്റർ മൈനസ് 217 സെൻറ്റിമീറ്റർ. ഒന്ന് കുറച്ച് നോക്കൂ. 246 നിന്നും 217 നമ്മൾ കുറച്ച് നോക്കുക. 6 നിന്നും 1 കുറക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ക്യാരി 4 ചെയ്യണം. ഇവിടെ 3 ആയി, ഇവിടെ 16 ആയി. 16 നിന്നും 7 കുറച്ചാൽ 9, 3 നിന്നും 1 കുറച്ച് കഴിഞ്ഞാൽ 2, ഇവിടെ രണ്ടും 2 ആണ്, അപ്പോൾ ഒന്നും കുറക്കാൻ പറ്റില്ല. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് 29 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ 29 സെൻറ്റിമീറ്റർ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ റേസ് ആണ്. മൈ ബ്രദർ ഹാസ് കംപ്ലീറ്റഡ് 3 laps. ടീച്ചേഴ്സ് ഹാസ് സെഡ് ദാറ്റ് 1 lap ഈസ് 400 മീറ്റർ. അപ്പോൾ ഓട്ട മത്സരത്തിൽ എൻ്റെ ചേട്ടന് 3 റൗണ്ട് ഓടി. ഒരു റൗണ്ട് എന്ന് പറയുന്നത് 400 മീറ്റർ ആണെന്ന് ടീച്ചർ പറഞ്ഞു. അപ്പോൾ എത്രയാണ്? ഷീ ഹാസ് റൺ 1200 മീറ്റേഴ്സ്. അപ്പോൾ 1200 മീറ്റർ ഓടിയല്ലോ എന്നാണ് കുട്ടി ചിന്തിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്? ഒരെണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 400 ആണല്ലേ. ഓടിയിട്ടുള്ളത് എത്രയാണ്? 3 times ആണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ അത് ഗുണിച്ച് നോക്കൂ, എത്ര കിട്ടും ആൻസർ എന്ന് പറയുന്നത്? ആൻസർ കറക്റ്റ് ആണോ നമുക്ക് നോക്കണ്ടേ? 0 0 ദെൻ 4 into 3 എന്ന് പറയുന്നത് 12. എത്രയാണ്? 1200 എന്നുള്ളത് കറക്റ്റ് ആണ് അല്ലേ. ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ആൻസേഴ്സ് ഒന്ന് കണ്ടുപിടിക്കാം. ഫസ്റ്റ് വൺ, ഹൗ മച്ച് മോർ ഷുഡ് ചിന്നൂസ് ബ്രദർ ഹാസ് ടു റൺ ടു കംപ്ലീറ്റ് 3000 മീറ്റേഴ്സ്. 3000 മീറ്റേഴ്സ് കംപ്ലീറ്റ് ആക്കണമെങ്കിൽ ഇനി എത്ര ഓടണം എന്നാണ് ചോദിക്കുന്നത്. ആകെ കംപ്ലീറ്റ് ആക്കേണ്ടത് 3000 ആണ്. ഇപ്പോൾ ഓടിയിട്ടുള്ളത് 1200 ആണ്. ഇതിൽ നിന്നും ഇത് കുറക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എത്ര കിട്ടും? 1800 മീറ്റർ എന്നുള്ളത് നമുക്ക് ഉത്തരമായിട്ട് കിട്ടും. ഓക്കെ, മീറ്റർ എന്ന് കിട്ടും. ഇനി ഹൗ മെനി കിലോമീറ്റേഴ്സ് ഈസ് 3000 മീറ്റേഴ്സ്. ഇവിടെ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ഓക്കെ, 1000 മീറ്റർ എന്ന് പറയുന്നതാണ് 1 കിലോമീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 3000 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 3 കിലോമീറ്റർ ആണല്ലേ. അപ്പോൾ ഇവിടെ എത്ര എഴുതേണ്ടത്? എന്താണ്? 3 കിലോമീറ്റർ. 3 കിലോമീറ്ററിന് നമുക്ക് km എന്ന് എഴുതാറുണ്ട്. ദെൻ 1 മീറ്റർ എന്ന് പറയുന്നത് 100 കിലോമീറ്റർ ആണ്. ഹാഫ് മീറ്റർ എന്ന് പറയുന്നത് 50 സെൻറ്റിമീറ്റർ ആണ്. ക്വാർട്ടർ മീറ്റർ എന്ന് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. 3/4 മീറ്റർ എന്ന് പറയുന്നത് 75 സെൻറ്റിമീറ്റർ ആണ്. 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. ഹാഫ് കിലോമീറ്റർ 500 മീറ്റർ ആണ്. ക്വാർട്ടർ കിലോമീറ്റർ 250 മീറ്റർ ആണ്. 3/4 കിലോമീറ്റർ എന്ന് പറയുന്നത് 750 കിലോമീറ്റർ ആണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നാലാണ് ഇത് നമുക്ക് താഴെയുള്ളതും ഇനി എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ദെൻ റൈറ്റ് ദ ലെങ്ത് എന്ന് പറയുന്നതാണ് അടുത്തതായിട്ട് വരുന്നത്. 1.5 മീറ്റർ ഈസ് എന്താണ്? 1.5 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആണ്? നമുക്കറിയാം 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണല്ലേ. അതിൻ്റെ കൂടെ ഹാഫും കൂടെ വേണം. അപ്പോൾ 100 + 15 എന്ന് പറയുന്നത് 150 സെൻറ്റിമീറ്റർ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 5 and 3/4 മീറ്റേഴ്സ് എന്നുള്ളതാണ്. 5 എന്ന് പറയുന്നത് എത്രയായി? 5 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെൻറ്റിമീറ്റർ ആയി? 500 ആയി അല്ലേ. പ്ലസ് നമുക്ക് എന്തോ വേണം? 3/4 എന്ന് പറയുന്നത് എത്രയാണ്? 75 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ 75ഉം കൂടെ നമ്മൾ കൂട്ടുമ്പോൾ 575 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നെക്സ്റ്റ് വൺ 6.5 3 സെൻറ്റിമീറ്റർ. എത്ര സെൻറ്റിമീറ്റർ ആണ്? 6 എന്ന് പറയുന്നത് 600 ആയി അല്ലേ. ഹാഫ് എന്ന് പറയുന്നത് എത്രയാണ്? ഹാഫ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 50 ആണ്. അപ്പോൾ 600 + 50 എന്ന് പറയുന്നത് 650 സെൻറ്റിമീറ്റർ
എന്ന് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താ കൊടുത്തിട്ടുള്ളത് 2¼ meters ഈസ് എന്നുള്ളതാണല്ലേ. 2 എന്ന് പറയുന്നത് 200 ആയി. ക്വാർട്ടർ എന്ന് പറയുന്നത് എത്രയാണ് ഇവിടെ? ക്വാർട്ടർ എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 25 ആണല്ലേ. അപ്പോൾ 200 + 25 എന്ന് പറയുന്നത് 225 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ ടു ദ സ്കൂൾ എന്നുള്ളതാണ് അടുത്തതായിട്ട് വരുന്നത്. ആഫ്റ്റർ ദ എക്സലൻസ് ഫെസ്റ്റ് ചിന്നു റിട്ടേൺ ഹോം വിത്ത് ഹെർ ഫാദർ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ചിന്നു എന്ത് ചെയ്യാണ്? ഫാദറിൻ്റെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഡാഡ്, ഹൗ ഫാർ ഈസ് ദ സ്കൂൾ ഫ്രം അവർ ഹോം? നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കുകയാണ്. 3½ kilometers. അപ്പോൾ 3.5 കിലോമീറ്റർ, 3½ എന്ന് അച്ഛനും പറയാണ്. വി ക്യാൻ ഓൾസോ സേ 3 kilometers and 500 meters. അപ്പോൾ 3 kilometer and 500 മീറ്ററിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 3½ എന്ന് പറയുന്നത്. സോ റൈറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം ചിന്നൂസ് ഹോം ടു സ്കൂൾ ഇൻ മീറ്റേഴ്സ്. അപ്പോൾ ചിന്നുവിൻ്റെ സ്കൂളിൽ നിന്നും വീട്ടിലേക്കുള്ളത് മീറ്ററിൽ എഴുതാനാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു എത്രയാണ്? ഒന്ന് 300 ആണല്ലേ, 3000 ആണ്, പ്ലസ് എന്തും കൂടെ ഉണ്ട്? ഹാഫ് എന്ന് പറയുന്നത് 500 കൂടെ ഉണ്ട്. അപ്പോൾ എത്രയായി? 3500 മീറ്റർ ആയിട്ട് മാറി. ഓക്കെ, 3500 മീറ്റർ. അതാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ നോക്കാം. താഴെ എന്താ കൊടുത്തിട്ടുള്ളത്? സീ ദ ഡിസ്റ്റൻസ് ടു ദ സ്കൂൾ ഫ്രം ദ ഹോംസ് ഓഫ് ചിന്നൂസ് ഫ്രണ്ട്സ്. ചിന്നുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരമാണ് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ മിസ്സിംഗ് ആയത് നമുക്ക് എന്ത് ചെയ്യണം? എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ മനു ആണ്. മനുവിൻ്റെ വീട്ടിൽ നിന്നും 2500 മീറ്റേഴ്സ് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റർ ആൻഡ് മീറ്റർ ആണ് അടുത്തത്. അവിടെ കിലോമീറ്റർ എത്രയാണ്? 2000 എന്ന് പറയുന്നത് 2 എന്ന് പറയുന്നത് കിലോമീറ്റർ ആണ്, 500 എന്ന് പറയുന്നത് മീറ്റർ ആണ്. ആരതി എന്ന് പറയുന്നത് 5245 ആണ്. അവിടെ 5 എന്ന് പറയുന്നത് 5000 എന്ന് പറയുന്നതാണ് എന്ത്? കിലോമീറ്റർ എന്ന് പറയുന്നത്. സോ 5 കിലോമീറ്റേഴ്സ്. ബാക്കിയുള്ള ബാലൻസ് എത്രയാണ്? 245 എന്ന് പറയുന്നത് മീറ്റേഴ്സും ആണ്. നെക്സ്റ്റ് വണ് ജി ആണ്. 3 കിലോമീറ്റേഴ്സും 800 മീറ്ററുമാണ് ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? അതിനെ രണ്ടിനും കൂടെ ഒരുമിച്ചിട്ട് എഴുതുക. 3800 മീറ്റേഴ്സ് എന്നാക്കിയിട്ട് എഴുതി കൊടുക്കുക. നെക്സ്റ്റ് വൺ ആൽബിനാണ്. ആൽബിന് 4½ കിലോമീറ്റർ ആണല്ലേ. അപ്പോൾ 4½ എന്ന് പറയുന്നത് 4 കിലോമീറ്ററും അതുപോലെ തന്നെ ഹാഫ് എന്ന് പറയുന്നത് 500 മീറ്ററുമാണ്. രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 4500 മീറ്റേഴ്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അത് ഇങ്ങനെയും മീറ്റേഴ്സ് എത്രയാണ് എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ എഴുതി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് വണ്ണിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബൈസിക്കിൾ ജേണിയാണ്. മനു ഗോസ് ടു സ്കൂൾ ബൈ ബൈസിക്കിൾ. അപ്പോൾ മനു സ്കൂളിലേക്ക് സൈക്കിളിലാണ് പോകുന്നത്. ഹൗ മച്ച് ഡസ് ഹി റൈഡ് ഈച്ച് ഡേ ടു സ്കൂൾ ആൻഡ് ബാക്ക്. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും എത്ര ഡിസ്റ്റൻസ് ആണ് എന്നുള്ളതാണ്. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് കാൽക്കുലേറ്റ്. അപ്പോൾ താഴെയുള്ള ടേബിൾ നോക്കിയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് നോക്കൂ. വൺ മെത്തേഡ് എന്ന് പറയുന്നത് 2500 മീറ്റർ ആണ്. തിരിച്ചു വരുന്നതും 2500 മീറ്റർ ആണ് അല്ലേ. രണ്ടും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 5000 മീറ്റർ എന്നുള്ളത് കിട്ടും. 5000 മീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 5 കിലോമീറ്റർ ആണ്. കാരണം 1000 മീറ്റർ എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. 1 കിലോമീറ്റർ. നെക്സ്റ്റ് സെക്കൻഡ് മെത്തേഡ് നോക്കൂ. 2½ കിലോമീറ്റേഴ്സ് 2½ കിലോമീറ്റേഴ്സ്. അപ്പോൾ 2 2½ കിലോമീറ്റർ ആണുള്ളത്. 2 2½ കൂടുമ്പോൾ 2 2ഉം കൂടെ എത്രയാവും? 4 കിലോമീറ്റർ ആവും. 5 എന്ന് പറയുന്നത് 5000 എന്ന് പറയുന്നത് 500 എന്ന് പറയുന്നത് 1000 ആയിട്ട് മാറും. 1000 മീറ്റർ എന്ന് പറയുന്നത് വീണ്ടും 1 കിലോമീറ്റർ ആണ്. അപ്പോൾ 4+1 എന്ന് പറയുന്നത് 5 കിലോമീറ്റർ എന്നുള്ളത് കിട്ടും. നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 2500 മീറ്റേഴ്സ് ഈസ് 2½ കിലോമീറ്റർ. അത് നമുക്കറിയാവുന്നതാണ് അല്ലേ. ഓഫ്റ്റർ റൈറ്റ് ആൻഡ് M for മീറ്റർ, KM for കിലോമീറ്റർ. അതും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് ജസ്റ്റ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് താഴേക്ക് നോക്കാം. അടുത്തത് ഇവിടെ എന്താണ് പറയുന്നത് എന്നത്. ഹൗ മച്ച് ഡസ് സിയ ട്രാവൽ ഈച്ച് ഡേ ടു സ്കൂൾ ആൻഡ് ബാക്ക്. ലുക്ക് അറ്റ് ദ ടേബിൾ ആൻഡ് കാൽക്കുലേറ്റ്. അപ്പോൾ ഇവിടെ സിയ നോക്കൂ. സിയ എത്രയാണ്? 3 കിലോമീറ്റർ 800 മീറ്റർ ആണുള്ളത് അല്ലേ. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടും വരണം. അപ്പോൾ നമുക്ക് അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഒന്നെന്ന് പറയുന്നത് 3 കിലോമീറ്റർ പ്ലസ് 800 മീറ്റർ എന്നുള്ളതാണ്. പ്ലസ് തിരിച്ചും വരണ്ടേ? വീണ്ടും 3 കിലോമീറ്റർ പ്ലസ് 800 മീറ്റർ എന്നുള്ളത് കിട്ടും. രണ്ടും കൂടെ കൂട്ടി നോക്കൂ. 6 കിലോമീറ്റർ
പ്ലസ് 800 എന്ന് പറയുന്നത് 1600 മീറ്റർ എന്നുള്ളത് കിട്ടും അല്ലേ. അപ്പോൾ ഇവിടെ 1600 മീറ്റർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? 6 കിലോമീറ്ററും പ്ലസ് എന്തായിട്ട് മാറി? 1 കിലോമീറ്റർ പ്ലസ് ബാക്കി അവിടെ എത്ര ഉണ്ടായിരിക്കും? 1000 കഴിഞ്ഞ് കഴിഞ്ഞാൽ 600 ഉണ്ടായിരിക്കും അല്ലേ. 600 മീറ്റർ എന്നുള്ളതും കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടുക. 6ഉം പ്ലസും എത്രയായി? 6ഉം 1ഉം 7 കിലോമീറ്റർ പ്ലസ് എത്രയായി? 600 മീറ്റർ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഉള്ളത്. 1 കിലോമീറ്ററും ഈ പ്ലസ് വേണ്ട 600 മീറ്റർ എന്നുള്ളത് കിട്ടും. ഇതിനെ ഇങ്ങനെയും പറയാം. 3¼ കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 3 കിലോമീറ്ററും 250 മീറ്ററുമാണ്. ദെൻ 4½ കിലോമീറ്റർ എന്ന് പറയുന്നത് 4 കിലോമീറ്ററും 500 മീറ്ററുമാണ്. 5¾ കിലോമീറ്റർ എന്ന് പറയുന്നത് 5 കിലോമീറ്ററും 750 മീറ്ററുമാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കൂ. സ്റ്റഡി ടൂർ ആണ് അടുത്തതായിട്ട് നമ്മൾ പോകുന്നത്. ചിന്നു ആൻഡ് ഫ്രണ്ട്സ് വെന്റ് എ സ്റ്റഡി ടൂർ ടു സൂ ഫ്രം ദ സ്കൂൾ. അപ്പോൾ സ്കൂളിൽ നിന്നും സൂയിലേക്കാണ് ചിന്നുവും കൂട്ടുകാരും കൂടി സ്റ്റഡി ടൂർ പോകുന്നത്. ഹൗ മച്ച് മോർ ഡു വി ഹാവ് ടു ഗോ? അപ്പോൾ ചിന്നു എന്ന ഡ്രൈവറെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിലോമീറ്റർ പോകാനുണ്ട് എന്നുള്ളത് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ദെൻ ഡ്രൈവർ പറയാണ് നൗ വി ഹാവ് ഡൺ 17 കിലോമീറ്റേഴ്സ് ആൻഡ് 260 മീറ്റേഴ്സ്. ഇപ്പോൾ നമ്മൾ 17 കിലോമീറ്ററും 260 മീറ്ററും ഓടി. ദെൻ ഇറ്റ്സ് 24½ കിലോമീറ്റേഴ്സ് ഫ്രം സ്കൂൾ ടു സൂ. അപ്പോൾ സ്കൂളിൽ നിന്നും സൂയിലേക്ക് ആകെ ഉള്ളത് എത്രയാണ്? 24 കിലോമീറ്ററും 24½ കിലോമീറ്റർ ആണല്ലേ. അപ്പോൾ അത്രയും കിലോമീറ്ററാണ് സ്കൂളിൽ നിന്നും സൂയിലേക്കുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ്. സ്കൂളിൽ നിന്നും 20 കിലോമീറ്റർ 500 മീറ്റർ ആണ് സ്കൂളിൽ നിന്നും സൂയിലേക്ക് ഉള്ളത്. ഇപ്പോൾ ഓൾറെഡി പോയിട്ടുള്ളത് എത്രയാണ്? 70 കിലോമീറ്ററും അതുപോലെ തന്നെ 260 മീറ്ററുമാണ്. അപ്പോൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടില്ലേ? കാരണം ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഹൗ മച്ച് മോർ ചിന്നു ആൻഡ് ഫ്രണ്ട്സ് ഹാവ് ടു ട്രാവൽ ടു റീച്ച് സൂ. സൂവിലെത്താൻ ഇനി എത്ര ദൂരമുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 24ൽ നിന്നും 7 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 4ൽ നിന്നും 7 മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവിടെ 14 ആവും. 14ൽ നിന്നും 7 മൈനസ് ചെയ്താൽ 7 കിലോമീറ്റർ. 500ൽ നിന്നും 240 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0. ഇവിടെ 6ൽ നിന്നും 0ൽ നിന്നും മൈനസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ 4 ആവും. ഇവിടെ 10ൽ നിന്നും 6 മൈനസ് ചെയ്താൽ 4. 4ൽ നിന്നും 2 മൈനസ് ചെയ്താൽ 2. അപ്പോൾ എത്രയായി? 7 കിലോമീറ്ററും 240 മീറ്ററുമായിട്ട് മാറി. അപ്പോൾ ഇനി ഇവിടെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കിത് തന്നെ ഇവിടെ എഴുതാൻ വേണ്ടി പറ്റും. 24 കിലോമീറ്റർ 500 മീറ്റർ മൈനസ് 70 കിലോമീറ്റർ 240 മീറ്റർ. ആൻസർ എന്ന് പറയുന്നത് 7 കിലോമീറ്റർ ദെൻ 260 ആണ് കേട്ടോ. 240 മീറ്റർ. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഇതാണ്. ദെൻ റൈറ്റ് ദ ഡിസ്റ്റൻസ് ഇൻ കിലോമീറ്റേഴ്സ് ആൻഡ് മീറ്റേഴ്സ്. ഇത് കിലോമീറ്ററിലും മീറ്ററിലും എഴുതാനാണ് പറയുന്നത്. അത് രണ്ടും നമ്മൾ അവിടെ താഴെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ അടുത്ത് ചോദിക്കുക അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദെൻ ദ സൂ ഈസ് ഓൺ ദ വേ ടു ദ പാർക്ക്. മൃഗശാലയും പാർക്കും ഒരേ വഴിയിലാണ് ഉള്ളത്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ സൂ ടു ദ പാർക്ക് ഈസ് 30 കിലോമീറ്റർ. അപ്പോൾ സ്കൂളിൽ നിന്നും പാർക്കിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് എത്രയാണ്? 30 കിലോമീറ്റർ ആണ്. ഹൗ മച്ച് ഷുഡ് ദേ ട്രാവൽ ടു ദ പാർക്ക് ഫ്രം സൂ? അങ്ങനെയാണെങ്കിൽ സൂയിൽ നിന്നും പാർക്കിലേക്ക് അവർ പോകേണ്ട ദൂരം എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും കൂട്ടുകാരെ പോകേണ്ട ദൂരം എന്ന് പറയുന്നത്? ആകെയുള്ളത് എത്രയാണ്? 30 കിലോമീറ്റർ ആണല്ലേ. ആകെയുള്ളത് 30 കിലോമീറ്റർ ആണ്. അതിൽ നിന്നും എത്ര നമ്മൾ മൈനസ് ചെയ്യണം? 24 കിലോമീറ്ററും അതുപോലെ തന്നെ 500 മീറ്ററും പോയിട്ടല്ല അവർ സൂവിലെത്തിയത്. അത്രയും നമ്മൾ മൈനസ് ചെയ്യണം അല്ലേ. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ഇവിടെ 24ൽ നിന്നും 30ൽ നിന്നും 24 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 6 കിലോമീറ്റർ കിട്ടും. ബാക്കിയുള്ളത് 500 മീറ്ററുമാണ്. അപ്പോൾ അത്രയും ദൂരമാണ് ഇനി അവർ പോകേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തതിലേക്ക് പോകാം. കെ ഫോൺ എന്നുള്ളതാണ് അടുത്തത്. കെ ഫോൺ കളക്ഷൻ ഈസ് ടു ബി ഗിവൺ ഇൻ 3 സ്കൂൾസ് ഇൻ
ചീലിക്കോട് 3 സ്കൂളിലേക്കാണ് K-ഫോൺ കണക്ഷൻ കൊടുക്കുന്നത്, പഞ്ചായത്താണ് കൊടുക്കുന്നത്. 20 കിലോമീറ്റേഴ്സ് ഓഫ് കേബിൾ ഹാസ് ടു ബി ലേഡ് ഫോർ ദിസ്. അതിന് 20 കിലോമീറ്റർ കേബിൾ വലിക്കണം. 12 കിലോമീറ്റേഴ്സ് ആൻഡ് 673 മീറ്റേഴ്സ് ഓഫ് കേബിൾ വാസ് ലേഡ് ഫോർ പൊന്നുമല സ്കൂൾ ടു മുനിയാട് സ്കൂൾ. അപ്പോൾ പൊന്നുമല സ്കൂളിൽ നിന്ന് മുനിയാട് സ്കൂളിലേക്ക് 12 കിലോമീറ്ററും 673 മീറ്ററും ഉണ്ട്. വാട്ട് ഈസ് ദ റിമൈനിങ് ഡിസ്റ്റൻസ് ടു ഈസ് ഗിവൺ ടു ദ തേർഡ് സ്കൂൾ. അങ്ങനെയാണെങ്കിൽ തേർഡ് സ്കൂളിലേക്ക് ഇനി എത്ര ദൂരം കൂടെ ഉണ്ടാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ 20 കിലോമീറ്റേഴ്സ് ഓഫ് കേബിൾ ടു ലൈഡ് ഇൻ ഓൾ. ആകെ എത്രയാണ്? 20 കിലോമീറ്റേഴ്സ് ആണുള്ളത്. ഇറ്റ് ഈസ് 12 കിലോമീറ്റേഴ്സ് 633 മീറ്റേഴ്സ് 73 മീറ്റേഴ്സ് ഫ്രം പൊന്നുമല സ്കൂൾ ടു മുനിയാട്. അപ്പോൾ പൊന്നുമല സ്കൂളിൽ നിന്ന് മുനിയാട് സ്കൂളിലേക്ക് 12 കിലോമീറ്ററും 673 മീറ്ററും ഉണ്ട് അല്ലേ. സോ എങ്ങനെയാണ്? ഹൗ ഡു വി കാൽക്കുലേറ്റ് റിമൈനിങ് ഡിസ്റ്റൻസ് ടു ഗിവൺ കണക്ഷൻ ടു ദ തേർഡ് സ്കൂൾ. അങ്ങനെ തേർഡ് സ്കൂളിലേക്ക് കണക്ഷൻ കൊടുക്കാൻ ഇനി എത്ര വേണം എന്നുള്ളത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ടോട്ടൽ നമുക്കറിയാം 20 കിലോമീറ്റേഴ്സ് ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് മൈനസ് ചെയ്യണം? 12 മീറ്ററും 673 മീറ്ററും നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 12 മീറ്ററിനെ നമുക്ക് എന്ത് ചെയ്യാം? 90 മീറ്റർ 1 കിലോമീറ്റർ എന്നാക്കിയിട്ട് മാറ്റി എഴുതാം. കാരണം ഇവിടെ ഈ മീറ്റർ മൈനസ് ചെയ്യണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 90 മീറ്റർ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് നമ്മൾ 12 കിലോമീറ്ററും 673 മീറ്ററും നമ്മൾ അതിൽ നിന്ന് മൈനസ് ചെയ്യാണ്. അപ്പോൾ നമുക്കതൊന്ന് ജസ്റ്റ് ഇവിടെ ഇല്ലാത്ത പോലെ ഒന്ന് മൈനസ് ചെയ്ത് നോക്കാം. 9 കിലോമീറ്ററും അതുപോലെ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് 1000 മീറ്റർ ആണ്. അതിൽ നിന്നും നമ്മൾ മൈനസ് ചെയ്യേണ്ടത് 12 കിലോമീറ്ററും 673 മീറ്ററും മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 19 നിന്നും 12 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 7 കിലോമീറ്റർ എന്നുള്ളത് കിട്ടും. അതുപോലെ 1000 നിന്നും 673 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 327 എന്നുള്ളതും കിട്ടും. അപ്പോൾ ഇത്രയുമാണ് വേണ്ടത്. അത് തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത്. നോക്കൂ, 1 കിലോമീറ്റർ 673 മീറ്റർ നമ്മൾ മൈനസ് ചെയ്യാണ്. അപ്പോൾ 1000 നിന്നും 673 മൈനസ് ചെയ്യുമ്പോൾ 327 എന്നുള്ളത് കിട്ടും. അതുപോലെ ഈ ഒരു 19 നിന്നും 12 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 7 എന്നുള്ളതും കിട്ടും. അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 7 കിലോമീറ്റർ 327 മീറ്റർ എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മൊത്തം മീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ 20 കിലോമീറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 20,000 മീറ്റർ ആയിട്ട് മാറി. ഓക്കെ, എത്രയാണ്? 20,000 മീറ്റർ എന്നായിട്ട് മാറി. ഇനി അടുത്ത എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 12 കിലോമീറ്റർ ആണല്ലേ. 12 കിലോമീറ്റർ എന്ന് പറയുന്നത് 12,000 പ്ലസ് എന്താണ്? 673 എന്നും കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 12,673 എന്നുള്ളത് കിട്ടും. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുമ്പോൾ 7,327 എന്ന് കിട്ടും. അപ്പോൾ ഈ 7000 എന്ന് പറയുന്നത് 7 എന്ന് പറയുന്നത് കിലോമീറ്ററും 327 എന്ന് പറയുന്നത് എന്താണ്? മീറ്ററുമാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മൊത്തം മീറ്ററിലേക്ക് മാറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റിമീറ്ററും മീറ്ററും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പോൾ ഏത് മെത്തേഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ ചെയ്യുന്നത് കറക്റ്റ് ആയാലും മതി. നെക്സ്റ്റ് വൺ ഇതേപോലെ തന്നെയാണ്. ടാറിംഗ് ആണ് അടുത്തത്. ദ റോഡ് ഇൻ ഫ്രണ്ട് ഓഫ് ആരതീസ് ഹോം ഈസ് ബീങ് ടാർഡ്. ആരതിയുടെ വീടിൻ്റെ മുമ്പിൽ റോഡ് ടാർ ചെയ്യാണ്. Then 9 kilometers and 825 meters is the length to be tarred. അപ്പോൾ 9 കിലോമീറ്ററും 825 മീറ്ററുമാണ് ടാർ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ ദിവസം എന്ത് ചെയ്തു? 4 kilometers and 300 meters were tarred during the first day. Then how much more remaining to be tarred? അപ്പോൾ ഇനി ബാക്കി എത്ര ടാർ ചെയ്യാനുണ്ട് എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആകെ ടാർ ചെയ്യേണ്ടത് 9 കിലോമീറ്റർ 825 ആണ്. അതിൽ നിന്നും എന്ത് ചെയ്യണം? ഫസ്റ്റ് സീസൺ ടാർ ചെയ്തിട്ടുള്ള 4 കിലോമീറ്റർ 300 നമ്മൾ കുറച്ച് നോക്കണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നുകിൽ ഇതിനെ മൊത്തം നമ്മൾ മീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ 9 കിലോമീറ്റർ എന്ന് പറയുന്നത് 9,000, ദെൻ 825, അതിൽ നിന്നും നമ്മൾ 4 കിലോമീറ്റർ 300 മീറ്റർ എന്നുള്ളത് മൊത്തം മീറ്ററിലാണ് ഇത് മാറ്റി എഴുതാം. എന്നിട്ട് ഇതിൽ നിന്നും ഇത് കുറച്ച് കഴിഞ്ഞാൽ 5,525 എന്നുള്ളത് കിട്ടും. ഇവിടെ 5 എന്ന് പറയുന്നത് എന്താണ്? കിലോമീറ്ററും 525 എന്ന് പറയുന്നത് മീറ്ററുമാണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ആൻസർ കണ്ടെത്താം. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ 9 കിലോമീറ്റർ നിന്നും 4 കിലോമീറ്റർ ആദ്യം നമ്മൾ കുറക്കുക. എന്നിട്ട് 825 നിന്നും 300 കുറക്കുക. അപ്പോൾ ഈ 9 നിന്നും അഥവാ 9 കിലോമീറ്റർ മൈനസ് 800 മീറ്റർ മൈനസ് ആണ്. ഇവിടെ 4 കിലോമീറ്ററും അതുപോലെ തന്നെ 300 ഉണ്ടായിരിക്കും. 9 നിന്നും 4 കുറക്കുക, എത്ര കിട്ടും?
5 കിട്ടും. ദെൻ 825 നിന്നും 300 കുറച്ച് കഴിഞ്ഞാൽ 525 കിട്ടും. ഇങ്ങനെയും നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ രണ്ട് രീതിയിലും കുറക്കാം. മീറ്ററായിട്ട് കുറക്കാം, നിങ്ങൾക്ക് അതാണ് ഈസി എങ്കിൽ അത് നിങ്ങൾ കുറക്കുക, അല്ല ഇങ്ങനെയാണ് കുറക്കാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങൾ കുറക്കുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പാഠഭാഗം കഴിഞ്ഞു, ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാം. പ്രവർത്തനങ്ങളും അത്യാവശ്യം നമുക്ക് ചെയ്യാനുണ്ട്, സ്പേസ് ഇല്ലാത്ത പ്രശ്നമുണ്ട്, പക്ഷെ നമുക്ക് മാക്സിമം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. ഫസ്റ്റ് വൺ, ചിൽഡ്രൻ ആർ മേക്കിംഗ് ഇൻവിറ്റേഷൻ കാർഡ് ഫോർ ദ എക്സലൻസ് ഫെസ്റ്റ്. അപ്പോൾ എക്സലൻസ് ഫെസ്റ്റ് നടക്കുകയാണല്ലോ, അതിൽ കുട്ടികൾ ഇൻവിറ്റേഷൻ കാർഡ് ഉണ്ടാക്കുകയാണ്. ലിനി കോട്ട് എ റെക്ടാങ്കുലർ കാർഡ് വിത്ത് വൺ സൈഡ് 60 സെൻറ്റിമീറ്റർ 8 millimeters ആൻഡ് ദ അതർ സൈഡ് 9 centimeters 2 millimeters. അപ്പോൾ മിലിക്ക് റെക്ടാങ്കുലർ കാർഡ് ഉണ്ടാക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത്, അതിലെ ആ ഒരു കാർഡിൻ്റെ വശം എന്ന് പറയുന്നത് 16 സെൻറ്റിമീറ്ററും 8 millimeterഉം അതുപോലെ 9 സെൻറ്റിമീറ്റർ 2 millimeterഉം ആയിട്ടുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്, ഒരു പേപ്പറാണ് കിട്ടിയിട്ടുള്ളത്. ഷീ വാണ്ട്സ് ടു ഡെക്കറേറ്റ് ഇറ്റ് ബൈ സ്റ്റിക്കിംഗ് കളേർഡ് പേപ്പർ സ്ട്രിപ്പ് അറൗണ്ട് ദ എഡ്ജ്. അപ്പോൾ അതിൻ്റെ എഡ്ജിൽ ഈ ഒരു കളർ പേപ്പറൊക്കെ വെച്ചുകൊണ്ട് ഒട്ടിച്ച് നല്ല ഭംഗിയാക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ട്. ഹൗ ലോങ് എ സ്ട്രിപ്പ് ഡസ് ഷീ നീഡ്? അങ്ങനെയാണെങ്കിൽ എത്ര പേപ്പറാണ് അവൾക്ക് വേണ്ടത് എന്നാണ് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, അത് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതെന്താണ്, ഒരു റെക്റ്റാങ്കുലർ ആണ്. റെക്റ്റാങ്കുലർ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും അല്ലേ. സോ നമുക്ക് ആൻസർ ഇവിടെ എഴുതി കൊടുക്കാം. ഒന്നാമത്തെ ആൻസർ ആണ് ഇവിടെ. ആദ്യത്തെ വശം എന്ന് പറയുന്നത് എത്രയാണ്, 600. അപ്പോൾ കൂട്ടുകാർ വേണമെങ്കിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ട് തന്നെ എഴുതാം. ദ ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് സൈഡ്. ഓക്കെ, ഫസ്റ്റ് സൈഡ് എത്രയാണുള്ളത്, 16 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 8 millimeterഉം ആണ് ഉണ്ടായിരുന്നത്. പ്ലസ് എന്ത് ചെയ്യണം, അത് സെക്കൻഡ് നോക്കണം അല്ലേ. സെക്കൻഡ് സൈഡ് നമുക്ക് നോക്കണം. സെക്കൻഡ് സൈഡ് ഈക്വൽ ടു എത്രയാണ്, സെക്കൻഡ് സൈഡ് 9 സെൻറ്റിമീറ്ററും പ്ലസ് 2 millimeterഉം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇനി രണ്ടും കൂടെ നമ്മൾ കൂട്ടി നോക്കൂ, എത്ര കിട്ടും, 25 സെൻറ്റിമീറ്റർ പ്ലസ് 10 millimeter കിട്ടും അല്ലേ. അപ്പോൾ 25 സെൻറ്റിമീറ്റർ 10 millimeter എന്ന് പറയുന്നത് എത്രയാണ്, 26 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇതാണ് ഒരു വശം എന്ന് പറയുന്നത്. അങ്ങനെ എന്തുണ്ടായിരിക്കണം, 4 സൈഡ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ 2 സൈഡ് നമുക്ക് കിട്ടി. ദെൻ ലെങ്ത് ഓഫ് 4 sides 26 into 2 എത്രയാണ്, 52 എന്ന് കിട്ടും. അപ്പോൾ 52 സെൻറ്റിമീറ്റർ ആണ് ടോട്ടൽ അതുണ്ടാക്കാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇൻ ചിന്നൂസ് പഞ്ചായത്ത് പൈപ്പ് വെയർ ലൈഡ് ഫോർ സപ്ലൈയിങ് ഡ്രിങ്കിങ് വാട്ടർ. അപ്പോൾ ചിന്നുവിൻ്റെ പഞ്ചായത്തിൽ വെള്ളത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ പൈപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. So during the first week, pipe were laid along 6 kilometers 700 meters and during the second week. അപ്പോൾ ഫസ്റ്റ് വീക്കിൽ എന്ത് ചെയ്തു, അവർ ഏകദേശം 6 കിലോമീറ്റർ 700 മീറ്റർ ഇട്ടു. ദെൻ സെക്കൻഡ് വീക്ക് ആയപ്പോൾ 8 കിലോമീറ്ററും 300 മീറ്ററും ഇട്ടു. വാട്ട് ഈസ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് ഇൻ വിച്ച് പൈപ്സ് വെർ ലൈഡ്? അപ്പോൾ രണ്ടാഴ്ചയിലും കൂടിയിട്ട് ഇട്ടിട്ടുള്ളത് എത്രയാണെന്നാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത്. സോ രണ്ടാമത്തെ ആൻസർ നമുക്ക് ഇവിടെ എഴുതാം. ഫസ്റ്റ് വീക്ക് ഇട്ടത് എത്രയായിരുന്നു, 6 കിലോമീറ്ററും അതുപോലെ തന്നെ 700 മീറ്ററും ആയിരുന്നു. പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് വീക്ക് ഇട്ടതും കൂടെ ആഡ് ചെയ്യണം. സെക്കൻഡ് വീക്ക് ഈക്വൽ ടു 8 കിലോമീറ്റർ പ്ലസ് എത്രയുണ്ട്, 8 കിലോമീറ്ററും 300 മീറ്ററും ഉണ്ട് അല്ലേ. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കൂട്ടി നോക്കുക, എത്ര കിട്ടും നമുക്ക്, 6ഉം 8ഉം കൂടെ 14 എന്ന് കിട്ടും അല്ലേ. 14 കിലോമീറ്ററും ബാക്കി എത്രയാണുള്ളത്, 700ഉം 300ഉം കൂടെ എത്ര കിട്ടും, 1000 മീറ്റർ എന്ന് കിട്ടും അല്ലേ. അപ്പോൾ 1000 മീറ്റർ എന്ന് പറയുമ്പോൾ അവിടെ എത്രയായി, 1 കിലോമീറ്റർ കൂടി. സോ 15 കിലോമീറ്റർ എന്ന് ആൻസർ കിട്ടി. അപ്പോൾ ടോട്ടൽ 15 കിലോമീറ്ററാണ് അവർ ഇട്ടിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ്, പക്ഷേ എങ്കിലും നമ്മൾ മാക്സിമം ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. തേർഡ് വൺ ആണ്. In National Service Scheme, members of Chinnus School
ഡിഡ് എ സൈക്കിൾ റാലി ടു പ്രൊമോട്ട് ബ്ലഡ് ഡൊണേഷൻ. അപ്പോൾ ബ്ലഡ് ഡൊണേഷൻ്റെ സന്ദേശം അറിയിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം ഒരു സൈക്കിൾ പരേഡ് നടത്തുകയാണ്. They rode 17 kilometers 200 meters in 2 days. അപ്പോൾ അവർ 2 ദിവസം കൊണ്ട് 17 കിലോമീറ്ററും 200 മീറ്ററും സഞ്ചരിച്ചു. സോ ദ ഫസ്റ്റ് ഡേ 9 kilometers 300. അപ്പോൾ അവർ ഫസ്റ്റത്തെ ദിവസം 9 കിലോമീറ്ററും 300 മീറ്ററുമാണ് സഞ്ചരിച്ചിട്ടുള്ളത്. സോ വാട്ട് ഡിസ്റ്റൻസ് ഡിഡ് ദേ ട്രാവൽ ഡ്യൂറിങ് ദ സെക്കൻഡ് ഡേ. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ഡേ അവർ സഞ്ചരിച്ചിട്ടുള്ളത് എത്രയാണെന്നാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ ആൻസർ ആണ് നമുക്കിവിടെ എഴുതി കൊടുക്കാം. സോ ഫസ്റ്റ് ഡേ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ടോട്ടൽ എന്ന് പറയുന്നത് 17 കിലോമീറ്റർ ദെൻ 200 മീറ്റർ ആണല്ലേ. ദെൻ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് എത്രയാണ്? 9 കിലോമീറ്ററും 300 മീറ്ററും ആണ്. അപ്പോൾ ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ എന്താണ് 200 എന്ന് പറയുന്നത് ചെറുതും 300 എന്ന് പറയുന്നത് വലുതുമാണല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് ചെറുതാക്കി കൊടുക്കാം. എന്ത് ചെയ്യാം? നമുക്ക് 16 കിലോമീറ്റർ പിന്നെ ഇവിടെ ഒരു 1000 ബാക്കിയുണ്ട് അല്ലേ. 1200 മീറ്റർ മൈനസ് എന്ത് ചെയ്യാം? 9 കിലോമീറ്റർ 300 മീറ്റർ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് മൈനസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്ത് കൊടുക്കാം. 16ൽ നിന്നും 9 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 7 കിലോമീറ്റർ എന്ന് കിട്ടും അല്ലേ. 7 കിലോമീറ്റർ. ഇനി 1200ൽ നിന്നും 300 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 900 മീറ്റർ എന്നുള്ളത് കിട്ടും. അപ്പോൾ രണ്ടാമത്തെ ദിവസം അവർ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 7 കിലോമീറ്ററും 900 മീറ്ററും ആണ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ. ആസ് പാർട്ട് ഓഫ് ദ പ്രീ മൺസൂൺ ക്ലീനിങ് ദ 15 kilometers ലോങ് ഇരുവേലിപ്പുഴ വാസ് ക്ലീൻഡ് ഇൻ 3 days. അപ്പോൾ 15 കിലോമീറ്റർ നീളമുള്ള ഇരുവേലിപ്പുഴ 3 ദിവസം കൊണ്ടാണ് ഈ മൺസൂണിൻ്റെ മുന്നേ ആയിട്ട് അവർ ക്ലീൻ ചെയ്തിട്ടുള്ളത്. സോ 4 kilometers 325 meters വാസ് ക്ലീൻഡ് ഓൺ ദ ഫസ്റ്റ് ഡേ ആൻഡ് 6 kilometers 500 meters വാസ് ക്ലീൻഡ് ഓൺ ദ സെക്കൻഡ് ഡേ. ഹൗ ലോങ് വാസ് ക്ലീൻഡ് ഓൺ ദ തേർഡ് ഡേ. അപ്പോൾ ഫസ്റ്റ് ഡേ ക്ലീൻ ചെയ്തത് എത്രയാണെന്നും സെക്കൻഡ് ഡേ ക്ലീൻ ചെയ്തത് എത്രയാണെന്നും തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ദിവസം ക്ലീൻ ചെയ്തതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ദെൻ നമുക്കിവിടെ ആൻസർ ഇവിടെ എഴുതി കൊടുക്കാം. ഫോർത്ത് ആൻസർ ആണ്. ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? ടോട്ടൽ എന്ന് പറയുന്നത് 15 കിലോമീറ്റേഴ്സ് ആണ് അല്ലേ. ദെൻ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് എത്രയാണ്? ഫസ്റ്റ് ഡേ കൊടുത്തിട്ടുള്ളത് 4 കിലോമീറ്ററും അതുപോലെ തന്നെ 325 മീറ്ററും ആയിരുന്നു. അതിൻ്റെ കൂടെ സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് എത്രയാണ്? സെക്കൻഡ് ഡേ എന്ന് പറയുന്നത് 6 കിലോമീറ്റർ ആണ് അല്ലേ. സെക്കൻഡ് ഡേ 6 കിലോമീറ്റർ പ്ലസ് 500 മീറ്റർ. ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി നോക്കുക. അപ്പോൾ 2 ദിവസം കൂടെ എത്രയാണ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് ആദ്യം കണക്കാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 10 കിലോമീറ്റർ പ്ലസ് 325ഉം 500ഉം കൂടെ കൂട്ടുമ്പോൾ 825 കിലോമീറ്റർ. ഇതാണ് 2 ദിവസം കൂടെ ചെയ്തിട്ടുള്ളത്. ഇനി തേർഡ് ഡേ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? തേർഡ് ഡേ കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു 500ൽ നിന്നും ഇത് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ 500 നമുക്ക് എന്ത് ചെയ്യാം? 400 കിലോമീറ്ററും 1000 മീറ്ററുമാക്കി കുറച്ച് നോക്കാം. അതിൽ നിന്നും 10 കിലോമീറ്ററും 825 മീറ്ററും നമ്മൾ കുറയ്ക്കുക. അപ്പോൾ 40ൽ നിന്നും 10 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 കിലോമീറ്റർ എന്നുള്ളത് കിട്ടും. അതുപോലെ 1000ൽ നിന്നും 825 കുറച്ച് കഴിഞ്ഞാൽ 175 മീറ്റർ എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത്രയുമാണ് തേർഡ് ഡേ അവർ ക്ലീൻ ചെയ്തിട്ടുള്ളത്. 4 കിലോമീറ്ററും 175 മീറ്ററുമാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ കേൾക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. സ്പേസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ്. നമുക്ക് വേറൊരു ടാബ് എടുക്കാനും പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ 5th ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. 3rd 4ഉം കഴിഞ്ഞു. 5th വൺ എന്ന് പറയുന്നത്
To make badges for excellence first, Lini gave some ribbon pieces to her friends. Look at the table and answer the questions below. അപ്പോൾ ഇവിടെ താഴെ തന്നിട്ടുള്ളത് നമ്മുടെ ഫെസ്റ്റ് നടക്കുകയാണല്ലോ, എക്സലൻസ് ഫെസ്റ്റ് നടക്കുകയാണ്. അതിൽ ബാഡ്ജ് ഉണ്ടാക്കാൻ വേണ്ടി ലിനി റിബൺ മുറിച്ച് കൂട്ടുകാർക്ക് കൊടുത്തതാണ്. ഈ ഒരു ടേബിൾ നോക്കി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ലോങ്ങർ ഈസ് ഫാരിസ് റിബൺ ദാൻ ഹാദീസ് റിബൺ? ഹാദിയുടെ റിബണിനേക്കാൾ എത്ര കൂടുതലാണ് ഫാരിസിന് കിട്ടിയ റിബൺ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഹാദിയക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? 21 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററുമാണ്. അതുപോലെ തന്നെ ഹാരിസിന് കിട്ടിയിട്ടുള്ളത് 26 മീറ്ററും 7 മില്ലിമീറ്ററുമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്നും ഇത് കുറച്ച് നോക്കാം. ഇതിലെ ബിഗ് എന്ന് പറയുന്നത് ഫാരിസിൻ്റേതാണല്ലേ. ഫാരിസിൻ്റെ 26 മീറ്ററും അതുപോലെ തന്നെ സെൻറ്റിമീറ്റർ ആണല്ലേ. ഓക്കെ, 26 സെൻറ്റിമീറ്റർ, ദെൻ 7 മില്ലിമീറ്റർ മൈനസ് 21 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ. ഓക്കെ, ഇത് കുറച്ച് നോക്കാം. 26ൽ നിന്നും 21 കുറച്ച് കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ, 7ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ 2 മില്ലിമീറ്റർ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ആൻസർ ഇവിടെ എഴുതി കൊടുക്കുക, 5 സെൻറ്റിമീറ്റർ 2 millimeter. Next one, Janvi and Nabi placed their ribbons end to end and measure the length, total length, how much is it? അപ്പോൾ ജാൻവിയും അബിയും അവർക്ക് കിട്ടിയ റിബണുകൾ രണ്ടും അറ്റത്തോട് ചേർത്ത് വെച്ച് അപ്പോൾ എത്രയാണ് അതിൻ്റെ ലെങ്ത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ ജാൻവിയുടെ എത്രയാണ്? ജാൻവിയുടെ എന്ന് പറയുന്നത് 24 ആണല്ലോ. നമുക്ക് ഇവിടെ കൂട്ടി നോക്കാം. 24 സെൻറ്റിമീറ്റർ ആണ് ജാൻവി. ദെൻ 6 മീറ്റർ പ്ലസ് അടുത്ത ആരാണ്? അബിയാണ്. അബിയുടെ എത്രയാണ്? 90 സെൻറ്റിമീറ്റർ 4 മീറ്റർ ആണ് ഉള്ളത്. രണ്ടും കൂടെ കൂട്ടി നോക്കുക, എത്ര കിട്ടും? 24ഉം 90യും കൂടെ കൂട്ടുമ്പോൾ 43 സെൻറ്റിമീറ്റർ. ദെൻ ഇവിടെ എത്രയായി? 6ഉം 4ഉം 10 ആയി, 10 മില്ലിമീറ്ററുമായി. 10 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ കൂടി. സോ 43 എന്ന് പറയുന്നത് എന്താവും? 44 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. The balance ribbon is placed end to end and the ribbon of Faris found is 40 centimeters long. What is the length of the piece left? ബാക്കി വന്ന റിബണ് ഫാരിസിന് കിട്ടിയ റിബണിൻ്റെ അറ്റത്ത് ചേർത്ത് വെച്ച് അളന്നപ്പോൾ ആകെ നീളം എന്ന് പറയുന്നത് 40 സെൻറ്റിമീറ്റർ ആയി. അപ്പോൾ ബാക്കി വന്ന റിബണിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് എത്രയാണ്? 40 സെൻറ്റിമീറ്റർ ആണല്ലേ. ഇവിടെ മറ്റേ ആരുടെയാണ് വെച്ചിട്ടുള്ളത്? ഫാരിസിന് ഉണ്ടായിരുന്നത് 26ഉം 7 മീറ്ററും ആയിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്നും ഈ ഒരു 40 സെൻറ്റിമീറ്ററിൽ നിന്നും നമ്മൾ എന്ത് കുറക്കണം? ഈ 26 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററും നമുക്ക് കുറക്കണം. അപ്പോൾ 1 സെൻറ്റിമീറ്റർ 1 മില്ലിമീറ്ററും ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 39 സെൻറ്റിമീറ്റർ 1000 മില്ലി അല്ല 10 ആണല്ലേ. 10 മില്ലിമീറ്റർ എന്നെഴുതി കൊടുക്കുക. അതിൽ നിന്ന് നമ്മൾ കുറയ്ക്കേണ്ടത് 26 സെൻറ്റിമീറ്ററും 7 മില്ലിമീറ്ററുമാണ് നമ്മൾ കുറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കത് കുറച്ച് നോക്കാം. ഇവിടെ 39ൽ നിന്നും 26 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 13 സെൻറ്റിമീറ്റർ എന്നുള്ളത് കിട്ടും. 10ൽ നിന്നും 7 കുറച്ച് കഴിഞ്ഞാൽ 3 മില്ലിമീറ്റർ എന്നുള്ളതും കിട്ടും. അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 13 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററും ആയിരുന്നു. ഓക്കെ, ഇത്രയുമാണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത്. ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം നമുക്ക്. ടു മേക്ക് ഫെസ്റ്റൂൺസ് ഫോർ ദ സ്പോർട്സ് ഫെസ്റ്റ് റിബൺ ഫോർ മെനി കളേഴ്സ് വെർ ബോട്ട്. അപ്പോൾ കായികമേളയ്ക്ക് എന്തുണ്ടാക്കുകയാണ്? തോരൻ ഉണ്ടാക്കുകയാണ് ഇവർ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, from the 42 centimeters 50 millimeters long green ribbon, yes 10 centimeters 5 millimeters piece was cut off. How long is the remaining piece? അപ്പോൾ 42 സെൻറ്റിമീറ്ററും 50 മില്ലിമീറ്ററും നീളമുള്ള ഒരു പച്ച റിബണിൽ നിന്നും ഒരു റിബൺ വളയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് 10 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും മുറിച്ചെടുത്തു. അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെ ആൻസേഴ്സ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ അല്ലേ, 40 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ ഉണ്ടായിരുന്നത് 5 മില്ലിമീറ്ററും ആയിരുന്നു. അതിൽ നിന്നും മുറിച്ചെടുത്തിട്ടുള്ളത് 10 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 5 മില്ലിമീറ്ററും ആയിരുന്നു. അപ്പോൾ എത്രയുണ്ട് എന്നാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇവിടെ നോക്കൂ, 42ൽ നിന്നും 10 കുറച്ച് കഴിഞ്ഞാൽ 32 സെൻറ്റിമീറ്റർ, 50ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ 45 മില്ലിമീറ്ററുമാണ് കിട്ടുന്നത്. സോ നമുക്ക് എന്ത് എഴുതാം? ആൻസർ എന്ന് പറയുന്നത്
ഈ 45നെ 40 എന്നുള്ളത് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന് എത്ര സെൻറ്റിമീറ്റർ ആവും? 32 + 4 ആവും അല്ലേ, +5 മില്ലിമീറ്ററുമാണ് ഉണ്ടായിരിക്കുക. 32 + 4 എന്ന് പറയുന്നത് എത്രയായി? 36 സെൻറ്റിമീറ്റർ ആയി. ദെൻ 5 മില്ലിമീറ്ററുമായി. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ എഴുതി കൊടുക്കുക, 36 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ. ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫ്രം ദ റെഡ് റിബൺ വിച്ച് ഈസ് 35 സെൻറ്റിമീറ്റേഴ്സ് 8 മില്ലിമീറ്റേഴ്സ് ലോങ് എ പീസ് ഓഫ് ലെങ്ത് ഓഫ് 10 സെൻറ്റിമീറ്റേഴ്സ് 5 മില്ലിമീറ്റേഴ്സ് ഈസ് കട്ട് ഓഫ്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് റിമൈനിങ് പീസ്? അപ്പോൾ 35 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും നീളമുള്ള ഒരു ചുവന്ന റിബണിൽ നിന്നും 10 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ നീളമുള്ള ഒരു കഷ്ണം മുറിച്ച് മാറ്റിയാൽ ബാക്കി വരുന്നത് എത്രയാകും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ രണ്ടാമത്തെ ആൻസറാണ് നമുക്ക് എവിടെ എഴുതി കൊടുക്കാം? ഇതിന് താഴെ തന്നെ എഴുതി കൊടുക്കാം അല്ലേ. സെക്കൻഡ് ആൻസറാണ്. ആകെ ഉണ്ടായിരുന്നത് 35 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 8 മില്ലിമീറ്ററും ആയിരുന്നു. അതിൽ നിന്നും മുറിച്ചത് എത്രയാണ്? 10 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും ആയിരുന്നു. അപ്പോൾ രണ്ടും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്ത് കൊടുക്കാം. 35ൽ നിന്നും 10 പോയി കഴിഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ. ദെൻ 8ൽ നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ 3 മില്ലിമീറ്റർ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്രയാണ്? 25 സെൻറ്റിമീറ്ററും 3 മില്ലിമീറ്ററുമാണ് ആൻസർ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത്. ഫ്രം ദ 95 സെൻറ്റിമീറ്റേഴ്സ് 4 മില്ലിമീറ്റേഴ്സ് ലോങ് ബ്ലൂ റിബൺ 2 പീസസ് ഈച്ച് 10 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റേഴ്സ് ലോങ് വെർ കട്ട് ഓഫ്, ഹൗ ലോങ് ഈസ് ദ പീസ് ലെഫ്റ്റ്? അപ്പോൾ 95 സെൻറ്റിമീറ്റർ 4 മില്ലിമീറ്റർ നീളമുള്ള നീല റിബണിൽ നിന്നും 10 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ നീളമുള്ള 2 കഷ്ണം മുറിച്ച് മാറ്റിയാൽ ബാക്കി വരുന്നത് എത്ര നീളം ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മുറിച്ച് മാറ്റിയത് എത്രയാണ് എന്നുള്ളത് നോക്കണം അല്ലേ. അപ്പോൾ കട്ട് ഓഫ് ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണ്? കട്ട് ഓഫ് ചെയ്തിട്ടുള്ളത് ഒന്ന് 10 സെൻറ്റിമീറ്റർ അല്ലേ, മൂന്നാമത്തെ ആൻസറാണ്. 10 സെൻറ്റിമീറ്റർ 5 മില്ലിമീറ്റർ ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് 2 തവണ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും 10 സെൻറ്റിമീറ്ററും 5 മില്ലിമീറ്ററും ആയി. 10 എന്ന് പറയുന്നത് 20 സെൻറ്റിമീറ്റർ, 5 എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ. 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എത്രയായി? 1 സെൻറ്റിമീറ്റർ ആണ്. സോ ടോട്ടൽ 21 സെൻറ്റിമീറ്റർ ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ടോട്ടൽ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 95 സെൻറ്റിമീറ്ററും 4 മില്ലിമീറ്ററും ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ 21നെയും അതേപോലെ തന്നെ എഴുതി കൊടുക്കാം. 20 സെൻറ്റിമീറ്ററും 10 മില്ലിമീറ്ററും അല്ലേ. അപ്പോൾ ഇതാണ് മുറിച്ച് മാറ്റിയിട്ടുള്ളത്. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്ത് നോക്കാം. 95ൽ നിന്നും 20 മൈനസ് ചെയ്താൽ എത്ര കിട്ടും? 75 കിട്ടും അല്ലേ. 75 സെൻറ്റിമീറ്ററും 4ൽ നിന്നും 10 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 6ഉം കിട്ടും അല്ലേ. 6 മില്ലിമീറ്ററും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ബാക്കിയുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ഇത്രയുമാണ് ഈ ഒരു പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മുഴുവൻ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരവും നമ്മൾ നോക്കി. ഇനി അടുത്ത പാഠഭാഗം എന്ന് പറയുന്നത് 9ാമത്തെ ചാപ്റ്റർ ആണ്. ഈക്വൽ ഗ്രൂപ്പ് എന്നുള്ളതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.